So our next question is 2018 question paper എന്നാണ്. A shell of mass 0.020 kg is fired by a gun of mass 100 kg if the muzzle speed of the shell is 80 meter per second. What is the recoil speed of the gun? Direct question ആണ്. Laws of motion ഉള്ള question ആണ്. Conservation of momentum വെച്ചിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ 0.020 കിലോഗ്രാം, അതായത് 20 ഗ്രാം ഭാരമുള്ള ഒരു ഷെല്ല് അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ് ഒരു ഗണ്ണ് 100 കിലോഗ്രാം ഭാരമുള്ള ഗണ്ണിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. മസിൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇത്തരം പ്രോബ്ലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന പദമാണ് മസിൽ സ്പീഡ്. മസിൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ ആ ഷെല്ല് പോകുന്ന സ്പീഡാണ്, ഷെല്ലിൻ്റെ സ്പീഡാണ്. ഇസ് 80 മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് ഈസ് ദി റീകോയിൽ സ്പീഡ് ഓഫ് ദി ഗൺ? ഗണ്ണിൻ്റെ സ്പീഡ്, റീകോയിൽ ചെയ്യുന്ന ഗണ്ണിൻ്റെ സ്പീഡ് എത്രയാണ്? ദിസ് ഈസ് ദി ക്വസ്റ്റ്യൻ. സോ മാസ് ഓഫ് ദി ഷെൽ എന്തൊക്കെയാണ് തന്നത് എന്നുള്ളത് ഫസ്റ്റ് ലിസ്റ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലാക്കിയല്ലോ. ഒരു ഷെല്ല് ഒരു ഗണ്ണിൽ നിന്ന് 100 കിലോഗ്രാം ഭാരമുള്ള ഗണ്ണിൽ നിന്നും 20 ഗ്രാം ഭാരമുള്ള ഒരു ഷെല്ല് പുറത്തേക്ക് തെറിക്കുന്നു. വിത്ത് സ്പീഡ് 80 മീറ്റർ പെർ സെക്കൻഡ്. ഗണ്ണ് റീകോയിൽ ചെയ്യുന്ന പിന്നോട്ട് പോകുന്ന സ്പീഡ് എത്രയാണ് ആണ് കാണേണ്ടത്. സോ എം ജി മീൻസ് മാസ് ഓഫ് ദി ഗൺ, ദാറ്റ് ഈസ് 100 കിലോഗ്രാം. എം എസ് മീൻസ് മാസ് ഓഫ് ദി ഷെൽ, ദാറ്റ് ഈസ് 0.02 കിലോഗ്രാം. വി എസ് മീൻസ് സ്പീഡ് ഓഫ് ദി ഷെൽ, ദാറ്റ് ഈസ് 80 മീറ്റർ പെർ സെക്കൻഡ്. വി ജി ആണ് കാണേണ്ടത്. ദിസ് ഈസ് നോട്ട് ക്യൂ, ദിസ് ഈസ് വി ജി. വി ജി എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത് ഷെല്ലിൻ്റെ മൊമെൻറ്റം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. അതായത് ഷെല്ലിൻ്റെ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ദി ഫയറിംഗ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ദി ഫയറിംഗ്. കാരണം ഫയറിംഗ് എന്ന് പറയുന്ന ഒരു ഇൻറ്റേർണൽ പ്രോസസ്സാണ്. എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും അതിൽ ഇൻവോൾവ്ഡ് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ ആ ഷെല്ല് പ്ലസ് ഗൺ ഒരൊറ്റ യൂണിറ്റ് ആയിരുന്നു. അതിൻ്റെ ടോട്ടൽ മൊമെൻറ്റം 0 ആയിരുന്നു ബിഫോർ ഫയറിംഗ്. ആഫ്റ്റർ ഫയറിംഗും ടോട്ടൽ മൊമെൻറ്റം 0 ആകണം. ആഫ്റ്റർ ഫയറിംഗ് ഇത് രണ്ടായി, ഒന്ന് ഷെല്ലും ഒന്ന് ഗണ്ണും. ഷെല്ലിനൊരു മൊമെൻറ്റം ഉണ്ട്, അപ്പോൾ ഗണ്ണിന് അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മൊമെൻറ്റം ഉണ്ടാകണം ഫ്രം ദി കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ഓക്കെ, സോ ബൈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം യു ക്യാൻ റൈറ്റ് എം ജി വി ജി, ദാറ്റ് മീൻസ് മാസ് ഓഫ് ദി ഗൺ ഇൻറ്റു സ്പീഡ് ഓഫ് ദി ഗൺ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ആണ് പറയുന്നത്, മാസ് ഓഫ് ദി ഷെൽ ഇൻറ്റു സ്പീഡ് ഓഫ് ദി ഷെൽ. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് വി ജിക്കുള്ള ഇക്വേഷൻ ഈസി ആയിട്ട് ഉണ്ടാക്കാം. വി ജി ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് സ്പീഡ് ഓഫ് ദി ഗൺ ഈസ് ഈക്വൽ ടു എം എസ് വി എസ് ഡിവൈഡഡ് ബൈ എം ജി. ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ആണ്. രണ്ടും ഈക്വലും ഓപ്പോസിറ്റും ആകണം. അപ്പോൾ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് തുല്യമാകണം, എന്നാലേ അത് ശരിയാവുള്ളൂ. കൺസർവേഷൻ ശരിയാവണമെങ്കിൽ രണ്ടും മൊമെൻറ്റം ഓഫ് ദി ഷെൽ ഷുഡ് ബി ഈക്വൽ ടു മൊമെൻറ്റം ഓഫ് ദി ഗൺ ഇൻ മാഗ്നിറ്റ്യൂഡ്. ഒരേ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും രണ്ട് മൊമെൻറ്റത്തിനും, ഓപ്പോസിറ്റ് ഡയറക്ഷനും ആയിരിക്കും. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആകുമ്പോൾ ടോട്ടൽ മൊമെൻറ്റം ക്യാൻസൽ ചെയ്ത് പോകും, ബിക്കോസ് മൊമെൻറ്റം ഈസ് എ വെക്ടർ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ, ഈ ഒരു കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം മാത്രമാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എം ജി വി ജി ഈക്വൽ ടു എം എസ് വി എസ് എന്ന് എഴുതിയത് മാഗ്നിറ്റ്യൂഡിൻ്റെ മാത്രം ടേംസിലാണ്. ഓക്കെ, വെക്ടർ ടേമിൽ എഴുതുമ്പോൾ എം ജി വി ജി പ്ലസ് എം എസ് വി എസ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതണം. അപ്പോൾ വി ജി വി എസും വെക്ടേഴ്സ് ആവും. ഓക്കെ, അതിലേക്ക് നമുക്ക് പോകണ്ടപ്പോൾ. സോ എം ജി വി ജി ഇസ് ഈക്വൽ ടു എം എസ് വി എസ്, ദാറ്റ് ഈസ് മൊമെൻറ്റം ഓഫ് ദി ഗൺ ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി മൊമെൻറ്റം ഓഫ് ദി ഷെൽ. അത് നമുക്ക് വി ജി കാണാം. ഇനി ഇതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വാല്യൂസ് കൊടുക്കാം. എം എസിന് നമ്മൾ 0.02, പിന്നെ വി എസിന് നമ്മൾ 80 മീറ്റർ പെർ സെക്കൻഡ്, എം ജിക്ക് നമ്മൾ 100 കൊടുത്തു. 0.016 മീറ്റർ പെർ സെക്കൻഡ്, 0.016 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1.6 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. സോ ദാറ്റ് ഈസ് ദി റീകോയിൽ സ്പീഡ് ഓഫ് ദി ഗൺ. ക്ലിയർ ആണല്ലോ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്ലൈ ചെയ്യേണ്ടത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ആണ്. കാരണം ഇവിടെ ഗണ്ണിൻ്റെ മാസും ഷെല്ലിൻ്റെ മാസുമാണ് തന്നിട്ടുള്ളത്, പിന്നെ ഒന്ന് തന്നത് വെലോസിറ്റിയുമാണ്. അപ്പോൾ നമ്മൾ മാസുകളും വെലോസിറ്റിയും കമ്പൈൻ ചെയ്യുന്ന ഇക്വേഷൻസിലേക്ക് തന്നെ പോകണം. അത് മൊമെൻറ്റത്തിലാണുള്ളത്, മാസ് ആൻഡ് വെലോസിറ്റി. പിന്നെ ഒന്നുള്ളത് കൈനറ്റിക് എനർജിയിലാണ്. കൈനറ്റിക് എനർജി കൺസർവേഷൻ നമുക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റില്ല.
എല്ലാ പ്രോസസ്സിലും കൈനറ്റിക് എനർജി കൺസർവ്ഡ് ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഗൺ ഫയറിംഗ് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലാന്ന് നമുക്കറിയാം. when a gun is fired there is no external influence. ഗണ്ണിൻ്റെ ഉള്ളിലുള്ള സ്പ്രിംഗ് സിസ്റ്റം റിലീസ് ആവുന്നതോടുകൂടി ഗണ്ണിൻ്റെ ഷെല്ല് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഗൺ പ്ലസ് ഷെല്ലിൻ്റെ മൊമെൻറ്റം, ടോട്ടൽ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും, കൺസർവ് ചെയ്യും എന്നുള്ള ഐഡിയ നമുക്ക് വരണം. പിന്നെ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് ഏത് തരം സിസ്റ്റത്തിനും സാധ്യമാണ്, ഈസ് ആപ്ലിക്കബിൾ ആണ്. കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി അങ്ങനെ എല്ലായിടത്തും അപ്ലിക്കബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഓൺലി ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പിന്നെ മൊമെൻറ്റം, മാസും വെലോസിറ്റിയും ക്ലബ് ചെയ്യുന്ന ഇക്വേഷൻസ് ആയിട്ട് വരുന്നത് നമുക്ക് മൊമെൻറ്റമാണ്. ഓക്കെ, കുറേ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പരിചയം വരും. അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇത് ഏത് ടോപ്പിക്കുമായി റിലേറ്റഡ് ആണ്, ഏത് കൺസർവേഷൻ പ്രിൻസിപ്പിളുമായി അല്ലെങ്കിൽ ഏത് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാൻ പെട്ടെന്ന് കഴിയും. ഫോർ ദാറ്റ് യു ഷുഡ് ഹാവ് ടു ഡു മോർ ആൻഡ് മോർ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ അതിനൊരു എളുപ്പ വഴിയും ഒരു ട്രിക്ക് എല്ലായിടത്തും നമുക്കൊരു അപ്ലൈ ചെയ്യാവുന്ന ഒരു കോമൺ ട്രിക്ക് ഒന്നുമില്ല. ഓക്കെ, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 മാർക്കിനാണ് ഈ ചോദ്യം കേട്ടോ. മോസ്റ്റ് പ്രോബ്ലംസ് പലപ്പോഴും 2 മാർക്കിലാണ് അധികവും വരാറ്. പ്രത്യേകിച്ച് കുറച്ച് ഇൻഡയറക്റ്റ് പ്രോബ്ലംസ് ഒക്കെ 2 മാർക്കിലാണ് അധികവും ചോദിച്ചിട്ടുള്ളത്. 2 മാർക്ക് ക്വസ്റ്റ്യൻ്റെ സെക്ഷനിലാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് ചെയ്തതാണ്. ഇൻ ദി സിറ്റുവേഷൻ ഷോൺ ഇൻ ദി ഫിഗർ, mass of the car is 3000 kilogram and area of the piston carrying it is 425 centimeter square. What pressure is to be applied to the smaller piston? ഇവിടെ പ്രഷർ ആണ് ചോദിച്ചത്. അപ്പം ഞാനിത് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും. മുൻപൊരു ക്വസ്റ്റ്യനിൽ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ഈ ഫോഴ്സ് ആയിരുന്നു നമ്മൾ ഇവിടെ കാണാൻ പറഞ്ഞു. ഇവിടെ പ്രഷറാണ്, അപ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. പാസ്കൽസ് ലോ അനുസരിച്ച് എല്ലായിടത്തും പ്രഷർ സെയിം ആയിരിക്കും. ഇവിടുത്തെ പ്രഷർ തന്നെയായിരിക്കും ഈ A2ലുള്ള അതേ പ്രഷർ തന്നെയായിരിക്കും A1ലുള്ള പ്രഷർ. A2ലുള്ള പ്രഷർ പറഞ്ഞാൽ F2/A2. അപ്പോൾ പാസ്കൽസ് ലോ അനുസരിച്ച് F2/A2 അതാണ് അവിടുത്തെ A2ലുള്ള പ്രഷർ. അതേ പ്രഷർ തന്നെ A1ലും ഉണ്ടാവും. F2/A2 കണ്ടാൽ മതി. F2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാറിൻ്റെ വെയിറ്റ് ആണ്. 300 കിലോഗ്രാം ഭാരമുള്ള കാറിൻ്റെ വെയിറ്റ് പറഞ്ഞാൽ 300 × 9.8, 3000 × 9.8 mg ആണ് വെയിറ്റ്. So F2 is equal to mg, that is equal to 300 × 9.8, that is 29,400. And A2 is equal to 425 centimeter square. Again centimeter square നെ meter square ആക്കി മാറ്റണം. എന്നാലാണ് പ്രഷറിൻ്റെ യൂണിറ്റ് കറക്റ്റായിട്ട് പാസ്കൽസിൽ കിട്ടും. So 425 centimeter square. So 425 into 1 centimeter ആണ് 10⁻² meter. The whole square. രണ്ടിനെയും മൊത്തത്തിൽ സ്ക്വയർ ചെയ്യുമ്പോൾ 425 × 10⁻⁴ meter square. ഓക്കെ, അപ്പോൾ F2 കിട്ടി. F2 കിട്ടി. ഇനി ബൈ പാസ്കൽസ് ലോ പ്രഷർ ഓൺ ദി ലാർജ് പിസ്റ്റൺ ഇസ് ഈക്വൽ ടു പ്രഷർ ഓൺ ദി സ്മാൾ പിസ്റ്റൺ, രണ്ടും തുല്യമാണ് P. അതാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ P is equal to F2/A2. So 29,400 divided by 425 × 10⁻⁴ ചെയ്താൽ 69.18 × 10⁻⁴ Nm/m² എന്ന് കിട്ടും. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അന്ന് മുൻപ് ഇതേപോലത്തെ ഒരു ലിഫ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അന്ന് ഇവിടുത്തെ ഫോഴ്സ് ആണ് കാണാൻ പറയുന്നത്. അതിനേക്കാൾ ഈസിയാണ് പ്രഷർ കാണാൻ പറയുന്നത്. കാരണം പ്രഷർ കണ്ടിട്ട് പിന്നെ പ്രഷറിനെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇവിടെ ഫോഴ്സ് നമ്മൾ കണ്ടിരുന്നത്. ഇവിടെ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പ്രഷർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ പ്രഷർ തന്നെ കണ്ടാൽ മതി. അത് തന്നെയാണ് ഇവിടുത്തെ പ്രഷർ. പ്രഷർ ഓൺ ദി സ്മാൾ പിസ്റ്റൺ ആണ് ചോദിച്ചത്, വിച്ച് വിൽ ബി ഈക്വൽ ടു പ്രഷർ ഓൺ ദി ലാർജ് പിസ്റ്റൺ ബൈ പാസ്കൽസ് ലോ. ഓക്കെ, ഓക്കെ ആണെന്ന് കരുതുന്നു ഈ ക്വസ്റ്റ്യൻ.
ഇതിൽ ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ, എവറിത്തിങ് ഈസ് ക്ലിയർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ചൊന്നും ചിന്തിക്കാനില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ജസ്റ്റ് ഇക്വേഷൻസ് എടുക്കുന്നു, അപ്ലൈ ചെയ്യുന്നു. നോട്ടിലേക്ക് ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ എഴുതുന്നവരുണ്ടെങ്കിൽ കുറച്ച് സമയം അതിന് വേണ്ടിയിട്ടാണ് വെക്കുന്ന, ആർക്കെങ്കിലും അങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? When 0.15 kilogram of ice at 0 degrees Celsius is mixed with 0.3 kilogram of water at 50 degrees Celsius in a container. The resulting temperature is 6.7 degrees Celsius. Calculate latent heat of fusion of ice. വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി തന്നിട്ടുണ്ട്, 4186 ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ. അപ്പോൾ കുറച്ച് ഐസ് ഉണ്ട് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള, അത് 50 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു പാത്രത്തിലുള്ള വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തു. മിക്സ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം തണുക്കും, ഐസ് ഉരുകും. എന്ന് പറഞ്ഞാൽ കോൾഡ് ബോഡിയുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, ഹോട്ട് ബോഡി ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. രണ്ടും കൂടി ഒരു കോമൺ ടെമ്പറേച്ചറിൽ എത്തും. ആ കോമൺ ടെമ്പറേച്ചറാണ് ലാസ്റ്റ് ആ വെള്ളത്തിൻ്റെ ഉരുകി ഐസൊക്കെ ഉരുക്കി കഴിഞ്ഞ ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറാണ് 6.7 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഐസിന് ഹീറ്റ് നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട ഹീറ്റ് ആര് അബ്സോർബ് ചെയ്തു? ഐസ് ഹീറ്റ് അബ്സോർബ് ചെയ്തു. എവിടുന്നാണ്? വാട്ടറിൽ നിന്നും ഹീറ്റ് അബ്സോർബ്. അപ്പോൾ വാട്ടറിൻ്റെ ഹീറ്റ് നഷ്ടപ്പെട്ടു. വാട്ടർ ലോസ്റ്റ് ഹീറ്റ് എനർജി ആൻഡ് ദാറ്റ് ഹീറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് ബൈ ഐസ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ഐസ് ഇൻ ടു വാട്ടർ. ഓക്കെ, കാൽക്കുലേറ്റ് ദി ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് എന്നാണ്. അപ്പോൾ മുഴുവൻ ഐസും ഉരുകണമെങ്കിൽ ആവശ്യമായ ഹീറ്റ് എത്രയാണ്? അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, .15 കിലോഗ്രാം ഐസാണ് ഉള്ളത്. നമ്മളോട് ചോദിച്ചത് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഐസ് ആണ്, ഫ്യൂഷൻ ഓഫ് ഐസ് ആണ്. ലേറ്റന്റ് ഹീറ്റ് പറഞ്ഞാൽ 1 കിലോഗ്രാം ഐസിനെ വാട്ടർ ആക്കാൻ, 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിനെ 0 ഡിഗ്രി സെൽഷ്യസിൽ തന്നെയുള്ള വാട്ടർ ആക്കാൻ ആവശ്യമായ ടെമ്പറേച്ചറാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. LF എന്ന് വിളിക്കാം, LF എന്നതിന് പേര് കൊടുക്കാം, ക്യാപിറ്റൽ L സഫിക്സ് F. അപ്പോൾ അതാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. നമുക്ക് തന്നിട്ടുള്ളത് ഐസിൻ്റെ കേസിൽ ഐസിൻ്റെ മാസ് 0.15 കിലോഗ്രാം, ഐസിൻ്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ്. ആ ഐസ് വെള്ളമായി ലയിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ടെമ്പറേച്ചർ 6.7 ഡിഗ്രി സെൽഷ്യസ്. ഇത് രണ്ടിനും സെയിം ആയിരിക്കും, T2. It is T2 equal to 6.7 degree Celsius എന്ന് പറയണേ. Inequality sign is missing. So ഐസിൻ്റെ കേസിൽ T1 0 ഡിഗ്രി സെൽഷ്യസ്, T2 6.7 ഡിഗ്രി സെൽഷ്യസ്, LF ആണ് കാണുന്നത് ഐസിൻ്റെ. ഇനി വാട്ടറിന് എന്താ സംഭവിച്ചത്? മാസ് 0.3 കിലോഗ്രാം ആണ് വാട്ടർ ഉള്ളത്. അതിൻ്റെ ഇനീഷ്യൽ again there is a missing equality sign. So for water M is equal to 0.3 kilogram mass. ഇനീഷ്യൽ ടെമ്പറേച്ചർ 50 ഡിഗ്രി ആയിരുന്നു വാട്ടറിൻ്റെത്, ഫൈനൽ ടെമ്പറേച്ചർ രണ്ടിൻ്റെതും 6.7 ഡിഗ്രി സെൽഷ്യസ്. അതാണ് T2. വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 4186 4186 ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ. അപ്പോൾ ഇതിന് ഇപ്പോൾ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു, അതേപോലെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും എന്താണെന്ന് അറിയണം. അത് ഇതിൻ്റെ യൂണിറ്റിൽ നോക്കിയാൽ അറിയാം. ഇറ്റ് ഈസ് ദി ജൂൾ, ഇറ്റ് ഈസ് ദി ഹീറ്റ് റിക്വയർഡ് പെർ കിലോഗ്രാം പെർ കെൽവിൻ. ഒരു കെൽവിൻ, ഒരു യൂണിറ്റ്, 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 ഡിഗ്രി കെൽവിൻ ഒരു ഒബ്ജക്റ്റിൻ്റെ ടെമ്പറേച്ചർ ഉയർത്താൻ, അതിൻ്റെ 1 കിലോഗ്രാമിൻ്റെ ടെമ്പറേച്ചർ ഉയർത്താൻ ആവശ്യമായ നൽകേണ്ട ഹീറ്റാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം വാട്ടറിൻ്റെ ടെമ്പറേച്ചർ
നിലവിലുള്ളതിൽ നിന്നും 1 ഡിഗ്രി ഉയർത്താൻ എത്ര ഹീറ്റ് എനർജി നൽകണം? വാട്ട് ഈസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു ഇൻക്രീസ് ദി ടെമ്പറേച്ചർ ഓഫ് 1 കിലോഗ്രാം ഓഫ് വാട്ടർ ത്രൂ 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ത്രൂ 1 ഡിഗ്രി കെൽവിൻ? രണ്ടും ഒന്ന് തന്നെയാണ്. 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുക എന്ന് പറയുന്നത് 1 ഡിഗ്രി കെൽവിൻ ഉയർത്തുക എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ബിക്കോസ് സ്കെയിൽസ് അങ്ങനെയാണ് മാപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെ ടാക്കിൾ ചെയ്യും? നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. കാണേണ്ടത് LF ആണ്. അപ്പോൾ ഇതിലുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയുന്നതാണ്. എന്നാലും ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഐസ് ഉരുകണമെങ്കിൽ ഇറ്റ് റിക്വയേഴ്സ് ഹീറ്റ്. 0.15 കിലോഗ്രാം ഐസ് ഉരുകണമെങ്കിൽ ഇറ്റ് റിക്വയേഴ്സ് സം ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്, ആൻഡ് ദാറ്റ് ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ഫ്രം ദി വാട്ടർ. സോ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് water lost is equal to amount of heat gained by the ice in melting. അപ്പോൾ ഈ വാട്ടറിന് നഷ്ടപ്പെട്ട ഹീറ്റാണ് ഐസിനെ ഉരുക്കി വാട്ടർ ആകാനായിട്ട് ഉപയോഗപ്പെടുത്തിയത്. ദാറ്റ് ഈസ് ദി ഐഡിയ. അപ്പോൾ നമ്മൾ എന്ത് കണ്ടാൽ മതി? ഈ വാട്ടറിന് നഷ്ടപ്പെട്ട ഹീറ്റ് കാണണം. ഐസ് ഉരുകാൻ 0.15 കിലോഗ്രാം ഐസ് ഉരുകാൻ എത്ര ഹീറ്റ് എന്നുള്ളതും തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. So heat lost by water in cooling from 50 degrees Celsius to 6.7 degrees Celsius is used to convert ice at 0 degrees Celsius to water at 6 degrees Celsius. Okay, ice at 0 degrees Celsius to water at 6.7 degrees Celsius. മനസ്സിലാക്കണം. അപ്പോൾ ഈ ഐസിനെ 6.7 ഡിഗ്രി ഉള്ള വാട്ടറാക്കി മാറ്റാൻ എത്ര ടെമ്പറേച്ചർ കൊടുക്കണം എന്ന് ഒരു ഭാഗത്ത് എഴുതണം. ഈക്വൽ ടു ഈ വാട്ടറിന് ഈ എത്ര കിലോഗ്രാം, 0.3 കിലോഗ്രാം വാട്ടറിന് 50 ഡിഗ്രിയിൽ നിന്ന് 6.7 ഡിഗ്രിയിലേക്ക് തണുപ്പിക്കുമ്പോൾ എത്ര ഹീറ്റ് റിലീസ് ചെയ്യുമെന്നുള്ളത് മറ്റൊരു സൈഡിൽ കാണണം. രണ്ടും തുല്യമാണ്. ഫ്രം ദാറ്റ് യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് LF. ദാറ്റ് ഈസ് ദി ഐഡിയ. ഓക്കെ. So first you find the heat required to convert 0.15 kilogram of ice to water at 76.7 degree. എത്രയാണെന്ന് നോക്കുക. Let LF be the latent heat of fusion. Latent heat of fusion LF ആണെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ Q1 എന്ന് പറയുന്നത് M into LF എന്ന് പറയുന്നത് എന്താണ്? M കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 0.15. M കിലോഗ്രാം LF എന്ന് പറയുന്നത് എന്താണ്? 1 കിലോഗ്രാം ഐസിനെ അതേ ടെമ്പറേച്ചറിലുള്ള 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ ആക്കാൻ ആവശ്യമായ ഹീറ്റ്. അപ്പോൾ M into LF എന്ന് പറയുന്നത് ഈ ആവശ്യമുള്ള 0.15 കിലോഗ്രാം ഐസിനെ 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ ആക്കാൻ നൽകേണ്ട ഹീറ്റാണ് M into LF. പക്ഷെ 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ ആയിട്ടാണോ നമുക്ക് കിട്ടിയതല്ല, 6.7 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ. പിന്നെ നമ്മൾ എന്ത് വേണം? 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടറിനെ 6.7 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ ആക്കി അതിൻ്റെ ടെമ്പറേച്ചർ ഉയർത്താൻ 0.15 കിലോഗ്രാം ആ പിന്നെ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 6.7 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ലേക്ക് ഉയർത്താൻ ആവശ്യമായ ടെമ്പറേച്ചർ ഉയർത്താൻ ആവശ്യമായ ഹീറ്റും കൂടി കാണും. ഓക്കെ. അപ്പോൾ Q അപ്പോൾ 0.15 ഇത് 0.15 ഇൻറ്റു LF എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള 0.15 കിലോഗ്രാമുള്ള ഐസിനെ അതേ ടെമ്പറേച്ചറുള്ള വാട്ടർ ആക്കാൻ ആവശ്യമായ ഹീറ്റാണ്. 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ ആക്കാൻ ആവശ്യമായ ഇത്രയും ഹീറ്റ് ആവശ്യമാണ്. പിന്നെ അത്രയും വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 6.7 ഡിഗ്രിയിലേക്ക് ഉയർത്താൻ 0 ഡിഗ്രിയിൽ നിന്ന് 6.7 ഡിഗ്രിയിലേക്ക് ഉയർത്താൻ ആവശ്യമായിട്ട് ഹീറ്റാണിത്. M is the mass, that is 0.15. S is the specific heat capacity into T2 minus T1. T2 എന്ന് പറഞ്ഞാൽ ഈ ഐസ് ഉരുകി ഉണ്ടായ വെള്ളം അതിൻ്റെ ടെമ്പറേച്ചറിലുള്ള വർധനവാണ് T2 minus T1. അത് ആദ്യം 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉരുകിയപ്പോൾ അവസാനം അത് എത്ര ആയി? 6.7 ഡിഗ്രി സെൽഷ്യസ് ആയി. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ആ ഐസ് ഉരുകി ഉണ്ടായ വെള്ളത്തെ 6.7 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയർത്താൻ എത്ര ഹീറ്റ് വേണമെന്നുള്ളതാണ് ഈ രണ്ടാമത്തെ ടേം കൊണ്ട് കണ്ടെത്തുന്നത്. അത് മാസിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇതിലെല്ലാം തന്നിട്ടുണ്ട്. S അറിയാം, M അറിയാം, T2 minus T1 അറിയാം. അപ്പോൾ നമുക്കിത് ചെയ്താൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് നമുക്ക് LF ആണ് കാണേണ്ടത്, അതവിടെ നിൽക്കട്ടെ. സോ 0.15 LF പ്ലസ് 420 6.9 ജൂൾ എന്ന് കിട്ടും.
ഇത് ഈ പറഞ്ഞ ക്വാണ്ടിറ്റി 4206.9 ജൂൾ എന്ന് പറയുന്നത് എന്തിന് ആവശ്യമായ ഹീറ്റാണ്? 0 ഡിഗ്രി സെൽഷ്യസിലുള്ള 0.15 കിലോഗ്രാം വാട്ടറിനെ 6.7 ഡിഗ്രി സെൽഷ്യസിലേക്ക് അതിന്റെ ടെമ്പറേച്ചർ ഉയർത്താൻ ആവശ്യമായ ഹീറ്റാണ് ഇത്രയും. ദിസ് 4206.9 ജൂൾസ്. ഇത് 0.05 ഇൻറ്റു LF എന്താണ്? 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിനെ 0.15 കിലോഗ്രാം ഐസിനെ അതേ ടെമ്പറേച്ചറിലുള്ള വാട്ടറാക്കി മാറ്റാൻ ആവശ്യമായ ഹീറ്റാണ്. ഇത് രണ്ടും ഈ ടോട്ടൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ആരാണ് കൊടുത്തത്? ആ ഹീറ്റ് കൊടുത്തത് നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഈ ഐസ് ഇടുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ, ആ വെള്ളത്തിന്റെ ഹീറ്റാണ്, വെള്ളമാണ് ഈ ഹീറ്റൊക്കെ സപ്ലൈ ചെയ്തത്. അപ്പോൾ അതിന്റെ ഹീറ്റ് കുറഞ്ഞു, അല്ലെങ്കിൽ അത് ഹീറ്റ് നഷ്ടപ്പെട്ടു, അപ്പോൾ അതിന്റെ ടെമ്പറേച്ചർ കുറയും. So heat released when water cools from 50 degree to 6 degree Celsius. 50 ഡിഗ്രിയിൽ നിന്ന് 6.7 ഡിഗ്രിയിലേക്ക് ആദ്യം ഉണ്ടായിരുന്ന വാട്ടർ തണുത്തപ്പോൾ ലിബറേറ്റ് ചെയ്ത ഹീറ്റാണ് ഇതിനായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ ഈ ഹീറ്റും ഈക്വൽ ആവും. സോ ഇത് കണ്ടെത്തേ. ഹീറ്റ് റിലീസ്ഡ് വെൻ വാട്ടർ കൂൾസ് ഫ്രം 50 ഡിഗ്രി ടു 6.7 ഡിഗ്രി. എത്രയായിരിക്കും? 6.7 ഡിഗ്രിയിൽ നിന്ന് 50 ഡിഗ്രിയിലേക്ക് വാട്ടറിനെ ചൂടാക്കാൻ എത്ര ഹീറ്റ് കൊടുക്കണോ അത്രയും ഹീറ്റാണ് അത് റിലീസ് ചെയ്യുക. അപ്പോൾ MS ചൂടാക്കാൻ കൊടുക്കേണ്ട ഹീറ്റാണ് MS ഇൻറ്റു T1 മൈനസ് T2 എന്ന് പറയും. ഓക്കെ, അപ്പോൾ 0.3 ഇൻറ്റു 4186 ഇൻറ്റു 67 മൈനസ് 50. അപ്പോൾ ഇത് 6.7 ആണ്. 50 മൈനസ് 6.7 ആണ്. സോറി, സോ ഇറ്റ് ഈസ് 50 മൈനസ് 6.7. ഇത്രയുമാണ് ടെമ്പറേച്ചറിൽ നഷ്ടപ്പെട്ട ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ ഈസ് 50 മൈനസ് 6.7 ഇൻറ്റു മാസ് ഇൻറ്റു സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറയുന്നത് അവിടെ ലിബറേറ്റ് ചെയ്ത ഹീറ്റാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 6.7 ഡിഗ്രിയിൽ നിന്ന് 50 ഡിഗ്രിയിലേക്ക് വാട്ടറിനെ ചൂടാക്കണമെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട ഹീറ്റാണ് ഈ 54,376.1 ജൂൾ. അതായത് 50 നിന്ന് 6.7ലേക്ക് വാട്ടർ തണുക്കുമ്പോൾ റിലീസ് ചെയ്യുന്ന ഹീറ്റും അത് തന്നെയായിരിക്കും. ആ ഐഡിയ ഉണ്ടായിരിക്കണം. സോ MS ഡെൽറ്റ തീറ്റ അല്ലെങ്കിൽ MS ഡെൽറ്റ T എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ എപ്പോഴും ഹീറ്റ് റിലീസ്ഡ് ഓർ ഹീറ്റ് അബ്സോർബ്ഡ് ആണ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഓർ ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ അബ്സോർബ് ചെയ്ത ഹീറ്റാണ്, ടെമ്പറേച്ചർ കുറയുമ്പോൾ റിലീസ് ചെയ്ത ഹീറ്റാണ്. അതിന് രണ്ടിനുള്ള ഇക്വേഷൻ MS ഇൻറ്റു ഡെൽറ്റ T. M ഇൻറ്റു മാസ് ഇൻറ്റു ലേറ്റന്റ് ഹീറ്റ്. ML എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് അബ്സോർബ്ഡ് ഓർ ഹീറ്റ് റിലീസ്ഡ് ഡ്യൂറിങ് എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്. ഐസ് വാട്ടർ ആകുമ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റാണ് M ഇൻറ്റു LF എന്ന് പറയുന്നത്. അതേ വാട്ടർ ഐസ് ആകുമ്പോൾ അത് ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റും M ഇൻറ്റു LF ആണ്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് വാട്ടർ തണുത്തപ്പോൾ 50 ഡിഗ്രിയിൽ ഉണ്ടായിരുന്ന വാട്ടർ 6.7 ഡിഗ്രിയിലേക്ക് തണുത്തപ്പോൾ റിലീസ് ചെയ്ത ഹീറ്റ് കിട്ടി. ഇത് ഈ ഐസിനെ 0.15 കിലോഗ്രാം ഐസിനെ 6.7 ഡിഗ്രിയിലുള്ള വാട്ടറാക്കി മാറ്റാൻ ആവശ്യമായ ഹീറ്റും കിട്ടി. രണ്ടും ഇക്വേറ്റ് ചെയ്യുക. സോ Q1 ഷുഡ് ബി ഈക്വൽ ടു Q2. ആ 0.15 LF ഷുഡ് പ്ലസ് 4206.9 ജൂൾ ഈക്വൽ ടു 54376.1. അതായത് ഇതിൽ നിന്ന് നമുക്ക് LF കാണാമല്ലോ. 0.15 LF ജൂൾ. ഈ J എന്ന് പറയുന്നത് ജൂൾ എന്നുള്ള യൂണിറ്റ് ആണ്, അത് വേറെ ഒന്നുമല്ല, അത് കാണുന്നില്ല. ഈ J എന്ന് പറയുന്നത് ഇവിടെ ആവശ്യമില്ല, അവിടെ ജൂൾ കൊടുക്കേണ്ട ആവശ്യമില്ല. So 0.15 LF plus 4206.9 joule is equal to this much. അതിൽ നിന്ന് നമുക്ക് 0.15 LF കിട്ടും. ഇതിൽ നിന്ന് കുറച്ചാൽ 54,376.1 42,206.9 കൊടുക്കും. Then you will get this figure 50,169.2. So divided by 0.5 will give you the LF. So it is 3.34 into 10 raised to 5 joule per kilogram. Okay. This is a direct question, but it's some bit lengthy. നല്ല ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് മാർക്ക് കൊടുത്തിട്ടില്ല. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇറ്റ് ഈസ് ഈസി.
തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് വരുന്ന ക്വസ്റ്റ്യൻ. ഇറ്റ്സ് ആൻ ഈസി ക്വസ്റ്റ്യൻ. ഇതിൽ ശരിക്കും നിങ്ങൾ ഹൈസ്കൂൾ ലെവലിൽ പഠിക്കുന്ന പ്രോബ്ലം ചെയ്യാനുള്ള സ്കില്ല് മാത്രം മതി ഇത് ചെയ്യാൻ. വേറെ പുതിയ അറിവൊന്നും ആവശ്യമില്ല. ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, വിശിഷ്ട താപധാരിത, ലീനതാപം എന്ന് പറയുന്നതൊക്കെ നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു വന്നതാണ്. സെയിം ഇക്വേഷൻസ് എം എസ് ഡെൽറ്റ അല്ലെങ്കിൽ എം എസ് ഇൻറ്റു T2 മൈനസ് T1 എം ഇൻറ്റു എല്ലും ഒക്കെ നിങ്ങൾ അവിടെ പഠിച്ചതാണെന്നാണ് എൻ്റെ വിശ്വാസം. മുൻപ് അങ്ങനെ പഠിക്കാനുണ്ടായിരുന്നു. സോ ദിസ് ഈസ് ഇത്തരം ക്വസ്റ്റ്യൻസ് ഒന്നും നഷ്ടപ്പെടുത്തരുത്. ഒരുപാട് അഡ്വാൻസ്ഡ് ഇക്വേഷൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല. ഓൺലി തിങ് യു ഷുഡ് നോ ദാറ്റ് ദ heat released when water cools is used to convert the ice into water and to increase the temperature of that water. I don't do equal idea. That is the concept. എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, let us switch over next question. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. So again this is from thermodynamics. ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതിൽ ഹോട്ട് റിസർവോയർ ഉണ്ട്, കോൾഡ് റിസർവോയർ ഉണ്ട്, സംതിങ് ഈസ് ദർ ആൻഡ് വിച്ച് വർക്ക് ചെയ്യുന്നതായിട്ട് പുറത്തേക്ക് ദിസ് സബ്സ്റ്റൻസ് ഡസ് സം വർക്ക് ആണ് ഞാൻ പുറത്തേക്ക് W നാരോട്ടുണ്ട് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വേറെ പാർട്ട് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്. ഇത് എന്താണെന്നുണ്ട്. ഇതൊരു ഹീറ്റ് എഞ്ചിൻ ആണെന്ന് ഉത്തരം എഴുതണം. അതിൻ്റെ പ്രോബ്ലം പാർട്ട് മാത്രം കണ്ട് എക്സ്ട്രാക്ട് ചെയ്താണ്. T1 തന്നിട്ടുണ്ട് ഹോട്ട് റിസർവോയർ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ്. T2 തന്നിട്ടുണ്ട് കോൾഡ് റിസർവോയറിൻ്റെത് ദാറ്റ് ഈസ് 0 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് Q1 heat extracted from the hot reservoir is heat absorbed from the hot reservoir is 4200 joule. Then find the value of heat Q2, that is heat rejected into the cold reservoir. So this is a heat engine. Heat engine ചെയ്യുന്ന എന്താണ്? ഹോട്ട് റിസർവോയറിൽ നിന്നും Q1 quantity of heat is absorbed and the working substance does some work. After that it will reject Q2 quantity of heat into the cold reservoir. And in an ideal gas engine this is a cyclic process. Okay, cyclic process means at the end of the process it will regain to the initial configuration. എന്ന് പറഞ്ഞാൽ net change in internal energy should be 0. അപ്പോൾ അതിൽ നമുക്ക് എഴുതാം Q1 മൈനസ് Q2 is equal to W. അങ്ങനെയാണ് നമ്മൾ ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി ഒക്കെ ഇക്വേഷൻ ആക്കുക. Q2 ആണ് കാണാൻ പറഞ്ഞത്. T1 എല്ലാ ടെമ്പറേച്ചറും ഇങ്ങനത്തെ ഹീറ്റ് എഞ്ചിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ടെമ്പറേച്ചേഴ്സ് ഒക്കെ കെൽവിനിൽ ചെയ്യണം. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ T1 എന്ന് പറയുന്നത് 100 + 273.15 അപ്രോക്സിമേറ്റ്ലി 373.15 ഞാൻ നെഗ്ലക്ട് ചെയ്യണം. 373 കെൽവിൻ. T2 0 ഡിഗ്രി സെൽഷ്യസ് ദാറ്റ് ഈസ് 273 കെൽവിൻ. രണ്ടും കെൽവിനിലാക്കി. Q1 എന്ന് പറയുന്നത് 4200 ജൂൾ തന്നിട്ടുണ്ട്. ഇനി പല രീതിയിൽ ഇത് ചെയ്യാം. T2/T1 ഫൈൻഡ് ദി വാല്യൂ ഓഫ് Q2 ആണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ പ്രോബ്ലം ചെയ്യുമ്പം ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കും. ഇത് എവിടെ നിന്ന് വരുന്നതാണ് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. 1 - Q2/Q1. 1 - Q2/Q1 ആണ് ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസിക്കുള്ള ഇക്വേഷൻ. നിങ്ങൾ പഠിക്കാത്ത ഫോക്കസ് ഏരിയയുടെ പുറത്തു നിന്നുള്ള ഒരു ഇക്വേഷനാണ് 1 - T2/T1. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ T2/T1 is equal to Q2/Q1 എന്ന് എഴുതാം. ഒരു ഐഡിയൽ ഹീറ്റ് എഞ്ചിനിൽ എപ്പോഴും യു ക്യാൻ റൈറ്റ് T2/T1 is equal to Q2/Q1. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. ഇത് ഓർത്തിരിക്കുക. ഒരുപാട് പ്രോബ്ലം നിങ്ങൾക്ക് ഇത് വഴി ചെയ്യാം. ഫോർ എനി ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ, റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ, T2/T1 is equal to Q2/Q1. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. T2 എന്ന് പറയുന്നത് it is the temperature of the reservoir from which to which you are giving Q2 quantity of heat. T1 is the temperature of the reservoir from which you are extracting Q1 quantity of heat. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ T1 ഹോട്ട് റിസർവോയർ ആണ് ടെമ്പറേച്ചർ ആണ്, T2 കോൾഡ് റിസർവോയറിന്റെ ടെമ്പറേച്ചർ ആണ്. Q2 എന്ന് പറയുന്നത് കോൾഡ് റിസർവോയറിലേക്ക് കൊടുക്കുന്ന ഹീറ്റാണ്. Q1 എന്ന് പറയുന്നത് ഹോട്ട് റിസർവോയറിൽ നിന്ന് എടുക്കുന്ന ഹീറ്റാണ്. So the ratio keeps T2/T1 is equal to Q2/Q1. വളരെ സിമ്പിളായിട്ട് ഓർത്ത് വെക്കാവുന്ന റിലേഷനാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് ഈസി ആയിട്ട് ചെയ്യാം. T2 T1 തന്നിട്ടുണ്ട്, Q1 തന്നിട്ടുണ്ട്, Q2 ആണ് കാണാൻ പറഞ്ഞത്. So Q2 is equal to Q1 into T2/T1. So
സോ Q2 is equal to Q1 എന്ന് പറയുന്നത് 4200 into T2 is 273 divided by 370, that is 3074 joule. That is the answer. ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടും ഇഫ് യു നോ ദിസ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ ഇക്വേഷൻസ് ഒക്കെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. T2/T1 is equal to Q2/Q1. തെർമോഡൈനാമിക്സിലെ ഹീറ്റ് എഞ്ചിൻ എന്നുള്ള സെക്ഷനിൽ വരുന്നതാണ്. ഹീറ്റ് എഞ്ചിൻസിൻ്റെ ഐഡിയൽ കാർനോട്ട് എഞ്ചിൻ്റെ കേസിൽ പറയുന്നതാണ്. സോ ഹീറ്റ് എഞ്ചിൻ എന്ന് തന്നാൽ നിങ്ങൾക്ക് അതൊരു ഐഡിയൽ ഹീറ്റ് എഞ്ചിനാണ് നിങ്ങൾക്ക് തരുന്ന ഒക്കെ ഐഡിയൽ ഹീറ്റ് എഞ്ചിനാണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെ അസ്യൂം ചെയ്തിട്ട് യു ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ, ദാറ്റ് ഈസ് T2/T1 is equal to Q2/Q1. ദിസ് ഈസ് വാലിഡ് ഫോർ എനി ഹീറ്റ് എഞ്ചിൻ. T2/T1 is equal to Q2/Q1. It's very important relationship. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നതാണല്ലോ. നമ്മൾ ഇതുവരെ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, മിക്ക ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപൂർവം ചില ക്വസ്റ്റ്യൻ മാത്രമേ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ചോദിക്കുന്നുള്ളൂ. സോ നെക്സ്റ്റ് വൺ, let me go to the next. അടുത്ത ക്വസ്റ്റ്യൻ, okay. A mass of 6 kg is suspended by a rope of length 2 meters from the ceiling. A force of 50 Newton in the horizontal direction is applied at the midpoint P of the rope as shown. What is the angle the rope makes with the vertical in equilibrium? അതോടൊപ്പം ഒരു ചിത്രമൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ. സോ ടേക്ക് G equal to 10 meter per second square പറഞ്ഞിട്ടുണ്ട്. And neglect the mass of the rope. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു സോൾവ് ചെയ്ത പ്രോബ്ലം കൂടിയാണ്, സോൾവ്ഡ് എക്സാമ്പിൾ കൂടിയാണ്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ, ഇതേ വാല്യൂസ് തന്നെയാണോ ഞാൻ ഓർക്കുന്നില്ല, സെയിം ക്വസ്റ്റ്യൻ, ഈ തീറ്റ കാണാനുള്ള ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നിങ്ങൾ ടെക്സ്റ്റിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ചോദ്യം കൂടി ഇട്ടിട്ടുണ്ട്. വാട്ട് വിൽ ബി ദി ആംഗിൾ മെയ്ഡ് ബൈ ദി റോപ്പ് വിത്ത് ദി വെർട്ടിക്കൽ ഇഫ് ഇറ്റ്സ് ലെങ്ത് ഈസ് ഡബിൾഡ്? ഈ റോപ്പിന്റെ ലെങ്ത് ഡബിൾ ആക്കിയാൽ ഈ ആംഗിളിൽ എത്രയായി മാറും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് എൻ്റെ ആൻസറിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ എല്ലാവരും ശരിക്കും മനസ്സിലാക്കുക. ഒരു നൂലിൽ, ഒരു കയറിൽ ഒരു ഭാരം കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. നേരെ വെർട്ടിക്കലായിട്ട് തൂങ്ങി നിൽക്കേണ്ടതാണ്, പക്ഷെ അങ്ങനെ തൂങ്ങി നിൽക്കാത്തതിൻ്റെ കാരണം അതിൻ്റെ സെൻറ്ററിൽ നടുവിന്ന് ഒരു കയറോ എന്തോ കെട്ടിയിട്ട് ഇങ്ങോട്ട് വലിച്ചിട്ടുണ്ട്. 50 ന്യൂട്ടൺ ഫോഴ്സിൽ ഇങ്ങോട്ട് വലിച്ചു പിടിക്കുന്നുണ്ടാരോ ഒരാൾ. അപ്പോൾ അതിങ്ങനെ ചെരിഞ്ഞ് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. സോ ഇതാണ് ആ ചിത്രം. ഞാൻ ആൻസറിൻ്റെ ഇതിലേക്ക് കൊണ്ട് എടുത്ത് വരച്ചാണ്. ഇവിടെ സി പാർട്ട് ആൻസർ അവിടെ വന്ന് കിടക്കുന്നുണ്ടല്ലേ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. നമുക്ക് ഈ ആദ്യത്തെ ആൻസർ ചെയ്ത് നോക്കാം. സിൻസ് ദി ബ്ലോക്ക് ഈസ് അറ്റ് റെസ്റ്റ് T2 is equal to 60 Newton. നമ്മൾ ഇതിന്ന് കിട്ടാവുന്ന ഈ ചിത്രത്തിലെല്ലാം ഉണ്ട്, അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് എഴുതണ്ട. തന്നിട്ടുള്ള ഫോഴ്സുകളൊക്കെ ഈ ചിത്രത്തിലുണ്ട്. അപ്പോൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് T2 ഇതിൽ ആക്ട് ചെയ്യുന്ന, ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ അറിയണം. ഒന്ന് T1 ആണ്, ഒന്ന് T2 ആണ്, ഒന്ന് ഈ 50 ന്യൂട്ടൺ ആണ്. സോ ദർ ആർ 3 ഫോഴ്സസ് ആക്ടിങ് അറ്റ് പോയിന്റ് P. ഈ ആംഗിൾ ആണല്ലോ നമുക്ക് കാണേണ്ടത്. ഈ ആംഗിൾ ഈ പോയിന്റും വെർട്ടിക്കലും തമ്മിലുണ്ടെങ്കിൽ ഈ റോപ്പ് ഈ പോയിന്റിൽ വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. സോ വാട്ട് ഈസ് ദി നെറ്റ് ഫോഴ്സ് അറ്റ് ദിസ് പോയിന്റ്? ദ നെറ്റ് ഫോഴ്സ് അറ്റ് ദി പോയിന്റ് ഷുഡ് ബി 0. കാരണം എന്താണ്? ഇതിങ്ങനെ ഇക്വിലിബ്രിയത്തിലാണ്. ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് 0 ആണ്. ഇത് അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇതുവരെ 3 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ സം, വെക്ടർ സം എടുത്താൽ 0 കിട്ടണം. സോ വെക്ടർ സം ഓഫ് T1, T2 ആൻഡ് ദിസ് 50 ന്യൂട്ടൺ ഷുഡ് ബി 0. അപ്പോൾ നമുക്ക് അതിൽ ഒരു ഫോഴ്സ് കിട്ടി, 50 ന്യൂട്ടൺ ആണ്. ബാക്കി രണ്ടും നേരിട്ട് തന്നിട്ടില്ല. പക്ഷേ ഈ റോപ്പ്, ഈ താഴേക്കുള്ള ഈ റോപ്പിൽ താഴെ കെട്ടിയിരിക്കുന്ന വെയിറ്റ് ഇവിടെ ഉണ്ട്. ഈ വെയിറ്റിൽ ഈ മാസ്, ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്ന ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യുന്നത് 60 ന്യൂട്ടൺ ആണ്. 60 കിലോഗ്രാം G10 എടുത്താൽ ദാറ്റ് ഈസ് 60 ന്യൂട്ടൺ, 60 ന്യൂട്ടൺ. ആ 60 ന്യൂട്ടൺ ആണ് താഴേക്ക് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് റെസ്റ്റിലിരിക്കണമെങ്കിൽ
ഇക്വിലിബ്രിയത്തിൽ ഇരിക്കണമെങ്കിൽ അതിന് മുകളിലേക്കും എത്ര ഫോഴ്സ് ആക്ട് ചെയ്യണം? 60 ന്യൂട്ടൺ ആക്ട് ചെയ്യണം. എന്നാലല്ലേ ഈ മാസ് അറ്റ് റെസ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ദിസ് ബ്ലോക്ക് ഡബ്ല്യു ഈസ് അറ്റ് റെസ്റ്റ്. ഇക്വിലിബ്രിയത്തിലാണ് സിസ്റ്റം മൊത്തം എന്ന് പറഞ്ഞാൽ ഇത് മൂവ് ചെയ്യുന്നില്ല. ഇതിൽ താഴേക്ക് ഇതിന്റെ വെയിറ്റ് ആയ 60 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ താഴെ വീഴുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ സ്ട്രിങ് അതിൽ എതിർ ഡയറക്ഷനിൽ 60 ന്യൂട്ടൺ ആക്ട് ചെയ്യണം. സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ടെൻഷൻ ഫോഴ്സ് ആണ്. അപ്പോൾ ഈ ടെൻഷൻ ഇൻ ദി സ്ട്രിങ് ഈസ് 60 ന്യൂട്ടൺ. അത് തന്നെയാണ് T2. ഇവിടെ 60 ന്യൂട്ടൺ ഇങ്ങോട്ടാണെങ്കിൽ ഈ പോയിന്റിൽ 60 ന്യൂട്ടൺ അത് താഴേക്കായിരിക്കും. അപ്പോൾ ഈ സ്ട്രിങ്ങിലുള്ള ടെൻഷൻ T2 എന്ന് പറയുന്നത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് 60 ന്യൂട്ടൺ ആണ്. ഓക്കെ, അത് ഇവിടുന്ന് കിട്ടിയതാണ്. ആ സ്ട്രിങ് എന്റെ താഴെ കെട്ടിയിട്ട മാസിന്റെ ഭാരത്തെ അത് ബാലൻസ് ചെയ്യുന്നുണ്ട്. സോ ടെൻഷൻ ഇൻ ദി സ്ട്രിങ് ഈസ് T2 is equal to 60 ന്യൂട്ടൺ. So first you identified one more force at this point. Okay. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ടോട്ടൽ ഫോഴ്സ് 0 ആകുന്ന ഒരു പോയിന്റിൽ 3 ഫോഴ്സ് ആക്ട് ചെയ്യുകയും ടോട്ടൽ 0 ആവുകയും ചെയ്താൽ നിങ്ങൾക്ക് അവിടെ സോൾവ് ചെയ്യാൻ പല വഴികളുണ്ട്. ഒന്ന്, ടോട്ടൽ ഫോഴ്സ് 0 ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഓരോ ഫോഴ്സിനെയും എക്സ് ആൻഡ് വൈ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഈ ഡോട്ടഡ് വെർട്ടിക്കൽ ഡയറക്ഷൻ വൈ ഡയറക്ഷൻ ആയിട്ടും ഈ 50 ന്യൂട്ടന്റെ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എക്സ് ആക്സിസുമായിട്ട് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോ ഫോഴ്സിനെയും എക്സ് ആൻഡ് വൈ കമ്പോണൻസ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ T2 എന്ന് പറയുന്നത് അലോങ് ദി നെഗറ്റീവ് വൈ ഡയറക്ഷൻ, 50 ന്യൂട്ടൺ അലോങ് ദി പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഇതിനെ നമ്മൾ റിസോൾവ് ചെയ്യേണ്ടി വരും, ഒരു കമ്പോണന്റ് ഇങ്ങോട്ടും ഒരു കമ്പോണന്റ് ഇങ്ങോട്ടുമായിട്ട്. ആൻഡ് എക്സ് ഡയറക്ഷനിലുള്ള ടോട്ടൽ ഫോഴ്സ് ബാലൻസ് ചെയ്യും, വൈ ഡയറക്ഷനിലുള്ള ടോട്ടൽ ഫോഴ്സ് ബാലൻസ് ചെയ്യും. ആ ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് തീറ്റ. ദാറ്റ് ഈസ് വൺ വേ. ഞാൻ വേറെ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്, മോർ ജിയോമെട്രിക്കൽ മെത്തേഡ്. അപ്പം എനിക്ക് അറിയാം ഈ 3 ഫോഴ്സിൻ്റെയും സമ്മ് 0 ആണ്. നമ്മൾ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2 വെക്ടറിന്റെ സമ്മ് കാണണമെങ്കിൽ ഒന്നാമത്തെ വെക്ടറിന്റെ ഹെഡിൽ നിന്ന് രണ്ടാമത്തെ വെക്ടറിന്റെ ടെയിൽ വരയ്ക്കുക. എന്നിട്ട് ആദ്യത്തെ വെക്ടറിന്റെ ടെയിലിൽ നിന്ന് രണ്ടാമത് വരച്ച വെക്ടറിന്റെ ഹെഡിലേക്കുള്ള ലൈൻ വരയ്ക്കുക. അതാണ് രണ്ടാമത്തെ വെക്ടറും ഒന്നാമത്തെ വെക്ടറും കൂട്ടിയാൽ കിട്ടുന്നത്. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ നിങ്ങൾ പഠിച്ചത്. ആ കൂട്ടിയാൽ കിട്ടുന്നത്, അപ്പോൾ 3 വെക്ടർ ആണെങ്കിലോ രണ്ടാമത്തെ വെക്ടറിൻ്റെ ഇത് വീണ്ടും മൂന്നാമത്തെ വെക്ടർ വരക്കണം. ഒന്നാമത്തെ വെക്ടറിന്റെ ഹെഡിൽ നിന്ന് രണ്ടാമത്തേൻ്റെ ടൈല്, രണ്ടാമത്തേൻ്റെ ഹെഡിൽ നിന്ന് മൂന്നാമത്തേൻ്റെ ടൈല് വരക്കണം. പക്ഷെ വെക്ടർ സം 0 ആണെന്ന് പറഞ്ഞാൽ മൂന്നാമത്തേൻ്റെ ടൈൽ എവിടെ വരണം? ആ തുടങ്ങണ പോയിന്റിൽ തന്നെ വരണം. അപ്പോഴാണ് വെക്ടർ സം 0 ആവുള്ളൂ. ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 3 വെക്ടേഴ്സിനെയും ഒരു ട്രയാങ്കിളിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഏതെങ്കിലും ഒരു വെക്ടർ അങ്ങോട്ട് മാറ്റി വരക്കുന്നു. മാറ്റി വരക്കുക എന്ന് പറയുമ്പോൾ, വെക്ടേഴ്സിനെ മാറ്റി വരക്കുക എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ പ്രിസർവ് ചെയ്യേണ്ടത്? അതിന്റെ ദിശ, ഈ ലൈൻ ഇപ്പോൾ T1നെയാണ് മാറ്റി വരക്കുന്നതെങ്കിൽ ഈ ലൈനിന് പാരലായിട്ട് വരക്കണം, ഇതേ ലെങ്ത്തിലും വരക്കണം. എവിടെയും നിങ്ങൾക്ക് വരക്കാം. സോ ഐ എം ഡ്രോയിങ് വൺ വെക്ടർ. T1നെ ഞാൻ വരച്ചു, ഇതിന് പാരലായിട്ട് ഇതേ ലെങ്ത്തിൽ. ഇനി ഇതേ ലെങ്ത് അല്ലെങ്കിൽ ഞാൻ സ്കെയിൽ ചെയ്തു എന്ന് വിചാരിച്ചാൽ മതി. ഇതേ ലെങ്ത്തിലാണ് വരക്കേണ്ടത്. ഓക്കെ, അപ്പോൾ T1നെ ഞാൻ വരച്ചു. P എന്ന് പറയുന്ന പോയിന്റ് ആണ്, അതിങ്ങോട്ട് മാറ്റി വരച്ചു. ഇനി T2നെ ഞാൻ വരച്ചു. T2 ഇതേ ഡയറക്ഷനിൽ ഇതേ ലെങ്ത് ആണ്, ഇതൊന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ T2നെ വരച്ചു. ഇനി എനിക്ക് 50 ന്യൂട്ടൺ ഫോഴ്സിനെ വരക്കണം. ഇത് വെർട്ടിക്കൽ ഡയറക്ഷൻ ആണ്, T1 ആണ്, T2 ആണ്, ഇത് 50 ന്യൂട്ടൺ ഫോഴ്സ് ആണ്. ഞാൻ എല്ലാത്തിനും ഇങ്ങോട്ട് മാറ്റി വരച്ചു. അതേ ചിത്രം തന്നെ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ മാത്രം കാണിച്ചുകൊണ്ടുള്ള ഒരു ചിത്രം വരച്ചു, ബാക്കി എപ്പോഴും ബാക്കി. സോ ഈ ആംഗിളാണ് എനിക്ക് കാണേണ്ടത്. ഇനി ഞാൻ ട്രയാങ്കിൾ ഫോമിലേക്ക് ഇതിനെ മാറ്റി വരക്കാൻ പോകണം. ഇക്വിലിബ്രിയം കിട്ടണമെങ്കിൽ ഈ 3 ഫോഴ്സും 0 ആക്കണം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇഫ് 3 വെക്ടേഴ്സ് A + B + C 0, അങ്ങനെയാണെങ്കിൽ അതിനെ ഒരു ട്രയാങ്കിളിന്റെ 3 കൺസിക്യൂട്ടീവ് സൈഡ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ട്രയാങ്കിളിൽ ഒന്ന് ക്ലിയർ ആണ്, അതെപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. പല പ്രോബ്ലംസും വളരെ ഈസി ആവും ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ. അതായത് 3 വെക്ടറിന്റെ സമ്മ് 0 നിങ്ങൾ എവിടെ കണ്ടാലും യു ക്യാൻ റെപ്രസെന്റ് ദം ആസ് 3 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. കൺസിക്യൂട്ടീവ് ഓർഡറിൽ ഇങ്ങനെയുള്ള 3 സൈഡ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എയിൽ നിന്ന് ബി, ബിയിൽ നിന്ന് സി, സിയിൽ നിന്ന് പോയിട്ട് എ, അങ്ങനെ വന്ന് മീറ്റ് ചെയ്യണം. അങ്ങനെ 3 വെക്ടർ വരച്ചാൽ അതിന്റെ അർത്ഥം ആ 3 വെക്ടറിനെയും സമ്മ് 0 ആണെന്നാണ്, ഉറപ്പാണ്, ബൈ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പോൾ ഇവിടെ 3 വെക്ടേഴ്സിന്റെ സമ്മ് 0 ആണ്. അപ്പോൾ ഞാൻ അതിനെ ട്രയാങ്കിൾ ആയിട്ട് എനിക്ക് വരക്കാൻ പറ്റും. ഫസ്റ്റ് ഞാൻ ഈ F = 50 ന്യൂട്ടൺ വരച്ചു. ഇനി ഞാൻ ഈ എഫിന്റെ ഹെഡിൽ നിന്ന് അടുത്ത വെക്ടറിന്റെ ടെയിൽ വരക്കും. ഇതിന്റെ ഈ വരച്ച വെക്ടറിന്റെ ഹെഡിൽ നിന്ന് അടുത്ത വെക്ടറിന്റെ ടെയിൽ വരക്കും. അതായത് T2 ആണ് എനിക്ക് ഇഷ്ടമുള്ള വരക്കുക. ഞാൻ T2 വരച്ചു. T2, അപ്പോൾ ഇതേ ലെങ്ത് അതിന് പാരലൽ. ഇത് പക്ഷേ വരക്കുന്ന എവിടെ നിന്നാണ്? ഇവിടെ നിന്നാണ്, ഇതിന്റെ ഹെഡിൽ നിന്നാണ്. ഓക്കെ, ഇനി ഞാൻ മൂന്നാമത്തെ വരക്കണം. മൂന്നാമത്തെ വരക്കുമ്പോൾ
ഇവിടെ നിന്ന് തുടങ്ങണം, ഇതേ T1 പാരലാണ്, അങ്ങനെ വരക്കുമ്പോൾ ഇത് അത് ഇവിടെ മീറ്റ് ചെയ്യണം. അപ്പോഴാണ് കംപ്ലീറ്റ് ട്രയാങ്കിൾ കംപ്ലീറ്റ് ആവുള്ളൂ. ഇതിന്റെ സമ്മ് 0 ആകുമ്പോൾ മാത്രമേ ഇങ്ങനെ വരക്കാൻ പറ്റുള്ളൂ കേട്ടോ. സമ്മ് 0 അല്ലെങ്കിൽ ഇങ്ങനെ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. സോ 3 വെക്ടറും കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഈ ആംഗിൾ ഏതായിരിക്കും? ഈ T2 എന്ന് പറയുന്ന വെക്ടർ അതേ ലൈനും T1 തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണല്ലോ. സോ ദിസ് വിൽ ബി തീറ്റ. ഈ ആംഗിൾ തീറ്റ ഇവിടെ ഈ ആംഗിൾ ആയിട്ട് മാറും. നൗ ഫ്രം ദിസ് ട്രയാങ്കിൾ യു ക്യാൻ ഈസിലി ഫൈൻഡ് തീറ്റ. എങ്ങനെയാണ്? ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്, 90 ഡിഗ്രിയാണ്, അതുകൊണ്ട് ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. സോ tan theta is equal to f by t2. Tan theta is equal to f by t2. f by t2. Tan theta ആണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് f ആണ്, അഡ്ജസൻറ്റ് സൈഡ് t2 ആണ്. സോ എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് ബൈ T2ന്റെ മാഗ്നിറ്റ്യൂഡ് ചെയ്താൽ tan theta കിട്ടും. സോ 50 by 60 that is 5 by 6. സോ theta is equal to tan inverse 5 by 6 which is 40 degree. അപ്പോൾ theta 40 degree എന്ന് കിട്ടി. ഓക്കെ, ഇനി ടാൻ തീറ്റകൾ ഇക്വേഷനിൽ ആരാ വരുന്നത്? ഒന്ന് എഫ്, ഒന്ന് T2. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എഫ് ആൻഡ് T2. T2 എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? T2 ഡിപ്പെൻഡ്സ് ഓൺ ദിസ് വെയിറ്റ്. അപ്പോൾ ഈ ആംഗിൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഒന്ന് ഈ വെയിറ്റ് മാറ്റിയാൽ ഈ ആംഗിൾ മാറും, മറ്റൊന്ന് ഈ പുള്ളി ചെയ്യുന്ന ഫോഴ്സ് മാറ്റിയാൽ ഈ ആംഗിൾ മാറും. വേറെ ഒന്നും ഈ ഇക്വേഷനിൽ ഇല്ല, എഫ് ആൻഡ് T2. സോ എഫിനെയും T2വിനെയും മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത്തിന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതിൽ നമുക്ക് എന്ത് പറയാം? ഡബിളിംഗ് ദി ലെങ്ത് വിൽ നോട്ട് ചേഞ്ച് ദി ആംഗിൾ. അതുകൊണ്ട് തന്നെ സ്ട്രിങ് എത്ര മാറ്റിയാലും, ഡബിൾ ആയാലും നീ 10% കൂട്ടിയാലും എത്ര കൂട്ടിയാലും ഈ ആംഗിൾ മാറില്ല. ഈ ആംഗിൾ എന്ത് മാറ്റിയാലും മാറാം. ഒന്നെങ്കിൽ ഈ പുള്ളി ചെയ്യുന്ന ഫോഴ്സ് മാറണം, അല്ലെങ്കിൽ ഈ ബ്ലോക്കിന്റെ വെയിറ്റ് മാറണം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മാറ്റിയാൽ മാത്രമേ ഈ ആംഗിൾ മാറുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് എഴുതാം ഡബിളിംഗ് ദി ലെങ്ത് വിൽ നോട്ട് ചേഞ്ച് ദി ആംഗിൾ. സെയിം ആംഗിൾ തന്നെ ആയിരിക്കും, ആംഗിളിന്റെ മാറ്റമൊന്നും ഉണ്ടാവും. ഇത് വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങളിത് ശരിക്കും മനസ്സിലാക്കി ചെയ്യുക. ഈ വെക്ടർ ഇങ്ങനെ എടുത്തിട്ട് ചെയ്യുന്ന രീതിയാണിത്. ഇതല്ലാതെ പലപ്പോഴും നിങ്ങൾ ഗൈഡ്സ് എവിടെയെങ്കിലുമൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിനെ റിസോൾവ് ചെയ്ത് ചെയ്യുന്നത് കാണാൻ പറ്റും. 2 മെത്തേഡിലും ചെയ്യുന്നുണ്ടാവും. റിസോൾവ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ T1 നമ്മൾ റിസോൾവ് ചെയ്യും. ഈ കമ്പോണന്റ് T1 സൈൻ തീറ്റ ആവും, ഈ കമ്പോണന്റ് T1 കോസ് തീറ്റ എന്ന് വരും. ഓക്കെ, ഈ കമ്പോണന്റ് ഇങ്ങോട്ട് കമ്പോണന്റ് T1 കോസ് തീറ്റ എന്ന് വരും. ഈ T1 കോസ് തീറ്റയും എക്സ് കമ്പോണന്റ് ഓഫ് T1 എന്ന് പറയുന്നത് T1 കോസ് തീറ്റയാണ്. അപ്പോൾ T1 കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 50 ന്യൂട്ടൺ എന്ന് വരും. ആൻഡ് T1 സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു T2 എന്ന് വരും. ഓക്കെ, T1 സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു T2 എന്ന് വരും. T1 സൈൻ തീറ്റ ആണ് ഇങ്ങോട്ടുള്ള ഫോഴ്സ്, അത് T2നെ ബാലൻസ് ചെയ്യണം. ആൻഡ് T2 ഈസ് ഈക്വൽ ടു 60 ന്യൂട്ടൺ. അപ്പോൾ T1 സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 60 ന്യൂട്ടൺ എന്ന് വരും. T1 കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 50 ന്യൂട്ടൺ എന്ന് വരും. അതിനെ രണ്ടിനും കൂടി ഡിവൈഡ് ചെയ്താൽ T1 ക്യാൻസൽ ചെയ്ത് പോകും. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 50 by 60. That is means again tan theta is equal to 50 by 60. 5 by 6. ഇതേ റൂളിൽ തന്നെ എത്തും. ഏതാണോ നിങ്ങൾക്ക് ഈസിയർ ആയിട്ടുള്ളത് അത് ചെയ്യാം. ഇതാവുമ്പോൾ ഇത്തരം എവിടെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഈ പക്ഷേ ഒരു കണ്ടീഷൻ 3 വെക്ടറിന്റെ സമ്മ് 0 ആണ്. അപ്പോൾ ഇതിനൊരു ട്രയാങ്കിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ്സ് അനദർ വേ. മറ്റേ മെത്തേഡ് മനസ്സിലായല്ലോ. T1നെ നിങ്ങൾ റിസോൾവ് ചെയ്യാം. 1 കമ്പോണന്റ് T1 സൈൻ തീറ്റ ഈ ഡയറക്ഷനിൽ വരും, വെർട്ടിക്കലി അപ്വേർഡ്. ആൻഡ് T1 കോസ് തീറ്റ ഈസ് അലോങ് ദി നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. അപ്പോൾ ഈ സിസ്റ്റത്തിലെ മൊത്തം ഫോഴ്സ് 0 ആണെങ്കിൽ എക്സ് ഡയറക്ഷനിലെ ടോട്ടൽ ഫോഴ്സ് 0 ആകണം, വൈ ഡയറക്ഷനിലെ ടോട്ടൽ ഫോഴ്സ് 0 ആണ്. യു ടേക്ക് ദിസ് ഡയറക്ഷൻ ആസ് എക്സ് ഡയറക്ഷൻ. ഈ 50 ന്യൂട്ടൺ ഇതേ ഡയറക്ഷൻ പോസിറ്റീവ് എക്സ് ആയിട്ട് എടുക്കുക, മുകളിലേക്കുള്ള ഡയറക്ഷൻ പോസിറ്റീവ് വൈ ആയിട്ട് എടുക്കുക. അപ്പോൾ ഈ 50 ന്യൂട്ടൺ ഈസ് അലോങ് ദി പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആൻഡ് ദിസ് T2 ദാറ്റ് ഈസ് 60 ന്യൂട്ടൺ ഈസ് അലോങ് ദി നെഗറ്റീവ് വൈ ഡയറക്ഷൻ. ഇനി ഒരു T1 എന്ന് പറയുന്ന ഒരു ഫോഴ്സും കൂടി ഉണ്ട്, അതിനെ നിങ്ങൾ റിസോൾവ് ചെയ്യുക. സോ യു ഫോർഗെറ്റ് അബൌട്ട് T1 and draw T1 cos theta along this vertically upward direction. T1 cos theta, sorry, T1 cos theta, and T1 sin theta along the vertically along the horizontal direction. Okay, ഈ കമ്പോണന്റ് T1 sin theta ആയിരിക്കും, ഈ കമ്പോണന്റ് T1 cos theta ആയിരിക്കും. കാരണം ഇതാണ് തീറ്റ എടുത്തുള്ളത്, ഇത് T1 cos theta. അപ്പോൾ ഇവിടെ വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷനിൽ T1 cos theta എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്, വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിൽ 60 ന്യൂട്ടൺ, അതായത് T2 60 ന്യൂട്ടൺ ആണ് ഈ പറഞ്ഞ പോലെ 60 ന്യൂട്ടൺ ഉണ്ട്. അത് നമുക്ക് എഴുതാം T1 cos theta is equal to 60 ന്യൂട്ടൺ. ഇനി നോക്കൂ, ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എടുത്താൽ ഇങ്ങോട്ട് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ 50 ന്യൂട്ടൺ ഉണ്ട്, നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ T1 സൈൻ തീറ്റയും ഉണ്ട്. ബാലൻസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എഴുതാം T1 സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 50 ന്യൂട്ടൺ. അപ്പോൾ നിങ്ങൾക്ക് T1 സൈൻ തീറ്റ 50 ന്യൂട്ടൺ, T1 കോസ് തീറ്റ 60 ന്യൂട്ടൺ എന്നുള്ള 2 ഇക്വേഷൻ കിട്ടി. 2 ഇക്വേഷൻസും ഡിവൈഡ് ചെയ്താൽ T1 and T1 will cancel. Sin theta by cos theta will become 50 by 60, that is 5 by 6. Same answer you will get. അതാണ് ഈസി എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഓക്കെ,
ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞല്ലോ. സോ ഈ മെത്തേഡും കൂടി ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഈ മെത്തേഡ് പലപ്പോഴും കുറേ കൂടി ഈസി ആയിട്ട് തോന്നാറുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഒന്ന് റീഡ്രോ ചെയ്യണമെന്നുള്ളൂ. റിസോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല വെക്ടേഴ്സ്. Whenever you see three vectors acting at a point and their sum is 0, you can draw them as consecutive sides of a right triangle. That's very important. Consecutive sides of a triangle. Here it is a right triangle. കാരണം ഈ ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് ഇത് ഹൊറിസോണ്ടൽ ആണ്, ഇത് വെർട്ടിക്കൽ ഡൗൺവേർഡ് ആണ്. യു നോ ഫ്രം ദി ഡയഗ്രാം ദിസ് ഈസ് 90 ഡിഗ്രി. അതുകൊണ്ടാണ് ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ വരച്ചത്. 3 വെക്ടേഴ്സ് 0 എന്ന് പറഞ്ഞാൽ എപ്പോഴും യു ക്യാൻ റെപ്രസെന്റ് ദം ആസ് 3 കോൺസിക്യൂട്ടീവ് സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. ഹിയർ ഇറ്റ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. റൈറ്റ് ട്രയാങ്കിൾ അല്ല എങ്കിൽ ഈ മെത്തേഡ് അത്ര ഉപകരിക്കുകയും ഇല്ല. അങ്ങനെ റൈറ്റ് ട്രയാങ്കിൾ ഒരു ആംഗിൾ റൈറ്റ് ആംഗിൾ കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ഈ മെത്തേഡ് ഈസി ആയത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ റിസോൾവ് ചെയ്യുക, T1 റിസോൾവ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു പ്രോബ്ലം ആണെന്ന് പറഞ്ഞ് ഈ പ്രോബ്ലം എനിക്ക് ചെയ്തു തന്ന, അതുകൊണ്ട് ഞാനിത് വീണ്ടും ചെയ്യുന്നില്ല. ബേസ്ബോൾ ലീവ്സ് എ ബാറ്റ് വിത്ത് ഇനീഷ്യൽ സ്പീഡ് ഓഫ് 30. കുറച്ച് കാണാൻ ചിന്തിക്കണം. ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദി ബാൾ വെൻ t is equal to 2 seconds. 2 seconds കഴിയുമ്പോൾ ബാളിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കണ്ടെത്താന്നുള്ളതാണ്. വാല്യൂ ഓഫ് ദി എക്സ് ഓഫ് ടി ആൻഡ് വൈ ഓഫ് ടി ആഫ്റ്റർ 2 equal to 2 seconds. ഓക്കെ, അടുത്തത്. ദിസ് ഈസ് ആൾസോ ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ട്രിക്കി. ഒരു കുറച്ചൊന്ന് ചിന്തിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ചെയ്തതെന്നാണ്, ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ചെയ്തതെന്നാണ്. So a particle of mass 4m kilogram which is at rest explodes into 3 fragments. 4m kilogram ഉള്ള ഒരു പാർട്ടിക്കിൾ ആണ്. m 1 കിലോഗ്രാം ആണെങ്കിൽ ആ പാർട്ടിക്കിളിന്റെ മാസ് 4 കിലോഗ്രാം. m 2 കിലോഗ്രാം ആണെങ്കിൽ 8 ആണ്. അതാണ് ഇതിന്റെ അർത്ഥം. 4m കിലോഗ്രാം മാസ് ഉള്ള ഒരു പാർട്ടിക്കിൾ, വാട്ട് എവർ ബി ദി വാല്യൂ ഓഫ് m, 4m കിലോഗ്രാം ആണ് പാർട്ടിക്കിളിന്റെ മാസ് എന്ന് വിചാരിക്കും. അത് എക്സ്പ്ലോഡ് ചെയ്യുന്നു, 3 ഭാഗങ്ങളായിട്ട് പൊട്ടിത്തെറിക്കുന്നു, 3 പീസായിട്ട് മാറുന്നു. അതിൽ 2 പീസിന് സെയിം മാസാണ്, m കിലോഗ്രാം ആണ്. ആകെ 4m ആണുള്ളത്. 2 പീസിന് m കിലോഗ്രാം എന്ന് പറയുമ്പോൾ ടോട്ടൽ 2m ആയി. പിന്നെ മൂന്നാമത്തെ പീസിനപ്പം തീർച്ചയായിട്ടും 2m കിലോഗ്രാം ആണ്. അപ്പോഴല്ലേ ടോട്ടൽ 4m ആവുള്ളൂ. പൊട്ടിത്തെറിക്കുമ്പോൾ 3 പീസ് ആകുമ്പോൾ 3 പീസിന്റെയും കൂടി ടോട്ടൽ മാസ് കൂട്ടിയാൽ 4m കിട്ടണം. അതിൽ 2 പീസിന് m കിലോഗ്രാം ഭാരമാണ്. അപ്പൊ 4m കിലോഗ്രാമിൽ നിന്ന് 2m കിലോഗ്രാം പോയാൽ ബാക്കി 2m കിലോഗ്രാം ആയിരിക്കും മൂന്നാമത്തെ പീസിന്റെ വെയിറ്റ്. അതപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരണം കേട്ടോ. 2 of the fragments each of mass m kilogram are found to move mutually perpendicular directions with a speed v. മാത്രവുമല്ല ഈ m കിലോഗ്രാം മാസുള്ള രണ്ടാളും പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ, ഒരാൾ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണെങ്കിൽ ഒരാൾ പോസിറ്റീവ് വൈ ഡയറക്ഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് വൈ ഡയറക്ഷനിൽ, അതായത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലാണ് ഈ 2 m കിലോഗ്രാം മാസുള്ള വസ്തുക്കളും മൂവ് ചെയ്യുന്നത്, പാർട്ടിക്കിൾ ഫ്രാഗ്മെന്റ്സും മൂവ് ചെയ്യുന്നത്. അത് രണ്ടിനും സെയിം മാഗ്നിറ്റ്യൂഡാണ്, സ്പീഡിന്റെ സെയിം സ്പീഡാണ്. വെലോസിറ്റി സെയിം എന്ന് പറയാൻ പറ്റില്ല, കാരണം രണ്ട് ഡയറക്ഷനിലാണ്. ഒന്ന് എക്സ് ഡയറക്ഷനിലാണെങ്കിൽ ഒന്ന് വൈ ഡയറക്ഷനിലാണ്. അപ്പോൾ their speeds are same, magnitude of their velocities are same, that is v. Then find the energy released in the process of explosion. ഈ ക്വസ്റ്റ്യൻ ഫസ്റ്റ് വായിക്കുമ്പോൾ ഇതിനൊന്നും തന്നിട്ടില്ലല്ലോ. എനർജി റിലീസ് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ്, എന്താണെന്നൊക്കെയുള്ള സംശയങ്ങൾ. സോ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ എക്സ്പ്ലോഡ്സ് എന്ന് പറഞ്ഞു, എന്നിട്ട് എനർജി റിലീസ്ഡ് കാണാൻ പറഞ്ഞു. നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് ഇവിടെ നേരത്തെ റെസ്റ്റിലായിരുന്ന ഒരു ബോൾ, ഒരു വലിയൊരു ബോളാണ്, ഒരു സ്ഫിയർ, എന്തെങ്കിലും ഒരു ഷേപ്പിലുള്ള, അതിനെ 3 പീസാക്കിയാണ് ഇന്റേണൽ എക്സ്പ്ലോഷൻ വഴി 3 പീസാവും. ആ എക്സ്പ്ലോഷനിൽ റിലീസ് ചെയ്ത എനർജി ആണ് ഈ 3 പീസിന്റെയും 3 ഭാഗങ്ങളുടെയും കൈനറ്റിക് എനർജി ആയിട്ട് മാറും. സോ എനർജി റിലീസ്ഡ് ഇൻ ദി എക്സ്പ്ലോഷൻ കാണാൻ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നിങ്ങളോട് ചോദിക്കുന്നത് വാട്ട് ഈസ് ദി ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദീസ് 3 ഫ്രാഗ്മെന്റ്സ്. ഈ 3 ഫ്രാഗ്മെന്റ്സിന്റെയും കൂടി കൈനറ്റിക് എനർജി കണ്ടിട്ട് അത് സം ചെയ്താൽ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദി ഫ്രാഗ്മെന്റ്സ് കിട്ടും. അത് എവിടെ കിട്ടിയതാണ്? നേരത്തെ അത് റെസ്റ്റിലായിരുന്ന ഒരു സ്ഫിയർ ആയിരുന്നു, ഇപ്പൊ പൊട്ടിത്തെറിച്ചപ്പോൾ കിട്ടിയ എനർജിയാണ്. സോ ദാറ്റ് ഈസ് ദി എനർജി ഓഫ് എക്സ്പ്ലോഷൻ. അപ്പൊ എക്സ്പ്ലോഡ് ചെയ്യുമ്പോഴുള്ള എനർജി എന്ന് പറഞ്ഞാൽ, റിലീസ് ചെയ്ത എനർജി എന്ന് പറഞ്ഞാൽ, ദാറ്റ് വിൽ ബിക്കം ദി കൈനറ്റിക് എനർജി ഓഫ് ദി ഫ്രാഗ്മെന്റ്സ്. മറ്റു ഫോംസിനെ കുറിച്ചൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല, അപ്പൊ നമുക്ക് ഇല്ലാന്ന് അസ്യൂം ചെയ്യണമെങ്കിൽ നെഗ്ലിജിബിൾ ആവും. അപ്പോൾ ഇവിടെ ഈ എനർജി എക്സ്പ്ലോഷനിൽ റിലീസ് ചെയ്ത എനർജി എന്തായിട്ടാണ് മാറിയത് എന്ന് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാക്കണം. എന്തായിട്ടാണ് മാറിയത്?
it has turned to the kinetic energy of the fragments. ആ കൈനറ്റിക് എനർജി ഉള്ളത് കൊണ്ടാണ് ഈ ഫ്രാഗ്മെന്റ്സിന് ദൂരേക്ക് തെറിച്ചു പോകാൻ പറ്റും. എങ്ങനെയാണ് അവ തെറിച്ചു പോകുന്നത്? ഒരേ മാസുള്ള കിലോഗ്രാം മാസുള്ള രണ്ടാൾക്കാർ പരസ്പരം ലംബമായിട്ടുള്ള പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ v m/s വെലോസിറ്റിയിൽ പോകുന്നു. അത് രണ്ടിനും എത്ര കൈനറ്റിക് എനർജി ഉണ്ടാവും? ഓരോന്നിനും ഹാഫ് mv² ഉണ്ടാവും. രണ്ടാമത്തെ ആൾക്കും ഹാഫ് mv². പിന്നെ മൂന്നാമതൊരു ഫ്രാഗ്മെന്റും കൂടി ഉണ്ട്. അതേത് ഡയറക്ഷനിലാണ് പോയത് നമ്മളോട് പറഞ്ഞിട്ടില്ല. അതിന്റെ മാസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. കാരണം മറ്റ് രണ്ടാൾക്കും m ആയതുകൊണ്ട് 2m മാസ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി 4mലുള്ള 2m. അപ്പോൾ അതിന്റെ മാസ് 2m മാസുള്ള ഒരു തേർഡ് ഫ്രാഗ്മെന്റ് ഉണ്ട്. അതിന്റെ സ്പീഡിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഓക്കെ, അതും കൂടി കിട്ടിയാൽ മൂന്നിന്റെയും കൈനറ്റിക് എനർജി ആഡ് ചെയ്താൽ അപ്പോൾ ഹാഫ് ഇൻറ്റു 2m ഇൻറ്റു v2² അല്ലെങ്കിൽ v3², അതും കൂടി കിട്ടണം. അങ്ങനെ മൂന്നിന്റെയും കൈനറ്റിക് എനർജി കൂട്ടിയാൽ you will get the energy released in the explosion. ഇതാണ് ആൻസറിലേക്കുള്ള വഴി. അപ്പോൾ അത് ഞാൻ ആൻസറാണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. സോ ഇനീഷ്യൽ മൊമെന്റം p equal. അപ്പോൾ ഇനി ഇവിടെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൽ ആൻസർ കണ്ടെത്താൻ? ഒന്ന് കൈനറ്റിക് എനർജിയുടെ സമ്മാണ് നമുക്ക് കാണേണ്ടത്. പക്ഷേ എക്സ്പ്ലോഷനിൽ വാലിഡ് ആയിട്ടുള്ളത് ഒരു കാര്യമാണ്, അവരുടെ കൺസർവേഷൻ ഓഫ് മൊമെന്റം യു ക്യാൻ അപ്ലൈ. ഏത് എക്സ്പ്ലോഷൻ ആയാലും നിങ്ങൾക്ക് കൺസർവേഷൻ ഓഫ് മൊമെന്റം വാലിഡ് ആണ്. കൺസർവേഷൻ ഓഫ് മൊമെന്റം അപ്ലൈ ചെയ്യാം. അപ്പോൾ അതാണ് ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കൺസർവേഷൻ ഓഫ് മൊമെന്റം അപ്ലൈ ചെയ്യണം. അപ്പോൾ പി ഇനീഷ്യൽ മൊമെന്റം 0 ആണ്. m1 m2 m3 ഈ മൂന്ന് ഫ്രാഗ്മെന്റ്സിന്റെയും എക്സ്പ്ലോഷന് ശേഷമുള്ള മാസാണ്. അപ്പോൾ m1 m2 ഈക്വൽ ആണെന്ന് നമുക്കറിയാം. m1 ഈക്വൽ ടു m2 അതിന് ഞാൻ m എന്ന് വിളിച്ചു. m3 അപ്പോൾ 2m ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതാണ് എഴുതിയത്. ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങളാണ്. നേരിട്ടും അല്ലാതെയും ക്വസ്റ്റ്യൻ വായിച്ചാൽ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാവുന്ന ഇൻഫർമേഷൻസ് ആണ് ഇതൊക്കെ. ഇനീഷ്യൽ മൊമെന്റം 0 ആയിരുന്നു. റെസ്റ്റിലുള്ളൊരു അതാണ് എക്സ്പ്ലോഡ് ചെയ്യാണ്. അപ്പോൾ മൂന്ന് ഫ്രാഗ്മെന്റ്സ് ആണ് ആയത്. അതിന് m1 m2 m3 അവയുടെ മാസമായിട്ട് എടുക്കാം. പക്ഷേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് m1 m2 തുല്യമാണ്, m ആണ്. അപ്പോൾ m3 2m ആയിരിക്കും. അവയുടെ മൊമെന്റ ഞാൻ p1 p2 p3 എന്നെടുത്തു. വെക്ടേഴ്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്, ശ്രദ്ധിക്കണം. അപ്പോൾ മൊമെന്റം മൂന്നിനും മൊമെന്റ് ഉണ്ടാവുമല്ലോ. മൊമെന്റ് കൺസർവേഷൻ ഓഫ് മൊമെന്റ് ആണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസർവേഷൻ ലോ. കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കൺസർവേഷൻ ലോ. ഓക്കെ, അപ്പോൾ അതേപോലെ രണ്ടാൾക്കും സെയിം സ്പീഡാണെന്ന് പറഞ്ഞു. m1 m2 സെയിം സ്പീഡാണ്. അവയുടെ മൊമെന്റാസ് p1 p2 ആണ് വെക്ടേഴ്സ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് എഴുതിയത്. p1 p2 വെക്ടറിന്റെ ആരോ ഇട്ടിട്ടില്ല. ദാറ്റ് മീൻസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് മൊമെന്റ ഓഫ് ദി ഫസ്റ്റ് പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി മൊമെന്റം ഓഫ് ദി സെക്കൻഡ് പാർട്ടിക്കിൾ വിച്ച് ഈസ് mv. മാസ് m ഉം വെലോസിറ്റി സ്പീഡ് v ആണെങ്കിൽ mv ആണല്ലോ മൊമെന്റത്തിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ രണ്ടാളുടെയും മൊമെന്റത്തിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അത് mv എന്ന് എടുത്തു. ഇനി കൺസർവേഷൻ ഓഫ് മൊമെന്റം അനുസരിച്ച് p1 പ്ലസ് p2 പ്ലസ് p3 വെക്ടർ p1 പ്ലസ് വെക്ടർ p2 പ്ലസ് വെക്ടർ p3 എന്തായിരിക്കണം? 0 ആയിരിക്കണം. കാരണം ഇനീഷ്യൽ മൊമെന്റം 0 ആണ്. കൺസർവേഷൻ ഓഫ് മൊമെന്റ് അനുസരിച്ച് എക്സ്പ്ലോഷന്റെ ശേഷമുള്ള ടോട്ടൽ മൊമെന്റവും എക്സ്പ്ലോഷന്റെ മുൻപുള്ള ടോട്ടൽ മൊമെന്റവും തുല്യമാകണം. എക്സ്പ്ലോഷന് മുമ്പ് അത് 0 ആയിരുന്നു. സോ ഇറ്റ് ഷുഡ് ബി 0 ആഫ്റ്റർ ദി എക്സ്പ്ലോഷൻ. എക്സ്പ്ലോഷന് ശേഷം മൂന്നാളുകളുണ്ട്. മൂന്നാളുകളുടെയും മൊമെന്റത്തിന്റെ വെക്ടർ സം എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് എന്തെഴുതാം? വെക്ടർ p1 പ്ലസ് വെക്ടർ p2 ഈസ് ഈക്വൽ ടു മൈനസ് വെക്ടർ p3 എന്ന് എഴുതാം. ഓക്കെ, വെക്ടർ p1 പ്ലസ് വെക്ടർ p2 ഈക്വൽ ടു മൈനസ് വെക്ടർ p3 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി എഴുതാം. മാഗ്നിറ്റ്യൂഡ്സിന്റെ ടേമിൽ എഴുതുകയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ p1 പ്ലസ് p2 ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ p3. പിന്നെ മൈനസ് അതിന്റെ ആവശ്യമില്ല. സോ ഇൻ ടേംസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ p1 പ്ലസ് p2 എന്ന് പറയുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും മൈനസ് p3 എന്ന് പറയുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് തുല്യമായിരിക്കും. അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് p1 പ്ലസ് p2 ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് p3 എന്ന് എഴുതാം ഇൻ ടേംസ് ഓഫ് വെക്ടേഴ്സ്. അപ്പോൾ കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിൽ നിന്ന് ഇത് കിട്ടും. നമുക്ക് കൈനറ്റിക് എനർജിയിലേക്കാണ് എത്തേണ്ടത്. പക്ഷേ കൈനറ്റിക് എനർജിയും മൊമെന്റവും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് p²/2m ഈസ് ദ കൈനറ്റിക് എനർജി. നമുക്കറിയാം. അതുകൊണ്ട് മൊമെന്റം കിട്ടിയാലും മാസ് അറിയാമെങ്കിൽ യു വിൽ ഗെറ്റ് ദി കൈനറ്റിക് എനർജി. സോ p3 കാണാം. p3 എന്ന് പറഞ്ഞാൽ ഇതിന്റെ p1 പ്ലസ് p2 മാഗ്നിറ്റ്യൂഡ് ആണ്.
രണ്ട് വെക്ടറിന്റെ വെക്ടർ സമ്മിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പാരലലോഗ്രാം ലോയിൽ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ p1 പ്ലസ് വെക്ടർ p2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് p1 സ്ക്വയർ പ്ലസ് p2 സ്ക്വയർ പ്ലസ് 2p1 p2 കോസ് 90. എന്തുകൊണ്ടാണ് കോസ് 90 എന്ന് എടുത്തത്? ബിക്കോസ് ഇൻ ദി ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ദ പാർട്ടിക്കിൾസ് m1 ആൻഡ് m2 രണ്ട് ഫ്രാഗ്മെന്റ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കോസ് 90 എന്നെടുത്തത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ടേം ആണ് ക്യാൻസൽ ചെയ്ത് പോകും. കോസ് 90 സീറോ ആയതുകൊണ്ട് ഈ മൊത്തം ടേമും പോകും. സോ ഇറ്റ് ഈസ് റൂട്ട് ഓഫ് p1 സ്ക്വയർ പ്ലസ് p2 സ്ക്വയർ. p1 p2 എത്രയാണ്? mv ആണ്, നമുക്ക് അറിയാം. സോ ഇറ്റ് ഈസ് mv സ്ക്വയർ പ്ലസ് mv സ്ക്വയർ. mv സ്ക്വയർ പ്ലസ് mv സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2mv സ്ക്വയർ. റൂട്ട് ഓഫ് 2mv സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 2 ഇൻറ്റു mv. അപ്പോൾ p3 കിട്ടി, റൂട്ട് 2 ഇൻറ്റു mv. p1 നമുക്കറിയാം, p2 അറിയാം, p3യും കിട്ടി. എനർജി റിലീസ്ഡ് ഇൻ ദി എക്സ്പ്ലോഷൻ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് ദി ഫ്രാഗ്മെന്റ്സ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഈ ഫ്രാഗ്മെന്റ്സിന്റെ കൈനറ്റിക് എനർജിയാണ് റിലീസ് ചെയ്ത എനർജി. സോ കൈനറ്റിക് എനർജി കാണാനൊരു ഇക്വേഷൻ ഉണ്ട്, k ഈസ് ഈക്വൽ ടു p സ്ക്വയർ ബൈ 2. അല്ലെങ്കിൽ ഹാഫ് mv സ്ക്വയർ വെച്ചും കാണാം. പക്ഷേ ദിസ് മോർ ഈസി ഇൻ ദിസ് കേസ്. k ഈസ് ഈക്വൽ ടു p സ്ക്വയർ ബൈ 2. ഇതെപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കണം, k ഈസ് ഈക്വൽ ടു p സ്ക്വയർ ബൈ 2. അപ്പോൾ ഇവിടെയുള്ള ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എനർജി റിലീസ്ഡ് ഇൻ എക്സ്പ്ലോഷൻ E എന്ന് പറയുന്നത് ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദി ഫ്രാഗ്മെന്റ്സ്. ദാറ്റ് ഈസ് p1 സ്ക്വയർ ബൈ 2m 2m1 plus p2 square by 2m2 plus p3 square by 2m3. m1, m2, m3 are the masses of the fragments. p1, p2, p3 are the momenta, magnitudes of their momenta. Okay. അപ്പോൾ m1 m2 m ആണ്, m3 2m ആണ്, p1 ഈക്വൽ ടു p2 mv ആണ്, p3 റൂട്ട് 2 mv ആണ്. ഇത്രയും ഡാറ്റാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ, ആൻസറായി. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് യു വിൽ ഗെറ്റ് E ഈസ് ഈക്വൽ ടു p1 പകരം mv എന്ന് കൊടുത്തു, m1 പകരം m എന്ന് കൊടുത്തു. സോ mv സ്ക്വയർ ബൈ 2m. ദെൻ എവിടെയും വരെ mv സ്ക്വയർ mv ദി ഹോൾ സ്ക്വയർ ബൈ 2m. ഇവിടെ p3 എന്ന് പറയുന്നത് റൂട്ട് 2 mv ആണ്. സോ റൂട്ട് p3 സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് 2 mv ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു m3 എന്ന് പറയുന്നത് 2m ആണ്. സോ 2 ഇൻറ്റു 2m ഇറ്റ് ഈസ് 4m. അപ്പോൾ mv സ്ക്വയർ ബൈ 2. അപ്പോൾ ഇവിടെ എമ്മും ഇത് ചെയ്യുമ്പോൾ m സ്ക്വയർ v സ്ക്വയർ ബൈ 2m ആവും. എമ്മും m സ്ക്വയറും ക്യാൻസൽ ചെയ്യും. സോ mv സ്ക്വയർ ബൈ 2 എന്ന് വരും, ഓർ ഹാഫ് mv സ്ക്വയർ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. സോ mv സ്ക്വയർ ബൈ 2 പ്ലസ് അടുത്തതും അതേപോലെ mv സ്ക്വയർ ബൈ 2 വരും. അടുത്തതും അതുപോലെ mv സ്ക്വയർ ബൈ 2 വരും. പ്ലസ് ഇത് ചെയ്താലും mv സ്ക്വയർ ബൈ 2 വരും. നോക്കൂ, നിങ്ങൾ ഇത് ചെയ്താൽ എന്താ വരിക? റൂട്ട് 2 സ്ക്വയർ ചെയ്യുമ്പോൾ 2 ആവും. 2 ഇൻറ്റു m സ്ക്വയർ v സ്ക്വയർ ഡിവൈഡ് ബൈ 4m. ആ 2ഉം 4ഉം വെട്ടിയ ക്യാൻസൽ ചെയ്യുമ്പോൾ അടിയിൽ ഒരു 2 വരും. മുകളിലത്തെ m സ്ക്വയറും അടിയത്തെ m വെട്ടിയ മുകളിൽ ഒരു m ബാക്കിയാണ്. സോ mv സ്ക്വയർ ബൈ 2 തന്നെ അത് വരും. സോ 3 ബൈ 2 mv സ്ക്വയർ, ഓർ 3 ഇൻറ്റു ഹാഫ് mv സ്ക്വയർ. ഓക്കെ, ദിസ് ഈസ് ദി ആൻസർ. ഇതൊന്ന് ശരിക്ക് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു പ്രോബ്ലമാണ്. ക്ലാസ്സിൽ ചെയ്തു തന്ന പ്രോബ്ലമാണ്. അന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയ കുട്ടികൾക്ക് ഈസി ആയിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു പ്രോബ്ലമാണ്, കുറച്ച് ഇൻഡയറക്റ്റാണ്. ഓക്കെ, ആർക്കും സംശയമൊന്നും ചെല്ലാം? ഈ പ്രോബ്ലം ചെയ്തതിലോ ഇതിന് മുന്നത്തെ പ്രോബ്ലം രണ്ട് മെത്തേഡിൽ ഞാൻ പറഞ്ഞു. ഈ പ്രോബ്ലം കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്, കുറച്ച് ചിന്തിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. So next question. Two samples A and B of oxygen at the same initial temperature and pressure are compressed from volume V to V by 2. രണ്ട് സാമ്പിൾ ഉണ്ട്. ഒന്ന് വെസൽ എയിലാണ്, മറ്റൊന്ന് വെസൽ ബിയിലാണ്. രണ്ട് പാത്രത്തിൽ എ ബി. സെയിം ഇനീഷ്യൽ ടെമ്പറേച്ചറും ഇനീഷ്യൽ പ്രഷറുമാണ്. ഇനീഷ്യൽ വോളിയം വിയുമാണ്. അവിടെ നിന്ന് V by 2ലേക്ക് കംപ്രസ് ചെയ്തു. പക്ഷെ വ്യത്യാസം എന്താണ്? ഒന്നാമത്തത് ഐസോതെർമലിയാണ് കംപ്രസ് ചെയ്തത്, ടെമ്പറേച്ചർ മാറാതെയാണ് കംപ്രസ് ചെയ്തത്. രണ്ടാമത്തത് കംപ്രസ് ചെയ്തത് അഡയാബാറ്റിക്കലിയാണ്. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ അവയുടെ ഫൈനൽ പ്രഷറുകളുടെ റേഷ്യോ കണ്ടെത്താൻ. ഓൾ ദീസ് ആർ ഇൻഡയറക്റ്റ് പ്രോബ്ലംസ്, നോട്ട് ഡയറക്റ്റ് പ്രോബ്ലംസ്. അപ്പോൾ എങ്ങനെ ചെയ്യും? രണ്ട് വെസൽ ഒരേ ഓക്സിജൻ ആണ്, അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഐഡിയൽ ഗ്യാസ് എന്നുള്ള രീതിയിൽ തന്നെ സങ്കല്പിക്കാം. ഇനീഷ്യൽ ടെമ്പറേച്ചറും ഇനീഷ്യൽ പ്രഷറും സെയിം ആണ്, ഇനീഷ്യൽ വോള്യൂം സെയിം ആയിരുന്നു. രണ്ടിനെയും ഫൈനൽ വോള്യൂം സെയിം ആണ്. വോള്യത്തിനെ സംബന്ധിച്ച് ഇനീഷ്യൽ വാല്യൂ ഫൈനൽ വാല്യൂ സെയിം ആണ് രണ്ടിനും, എക്കും ബിക്കും. ഇനീഷ്യൽ വാല്യൂ എക്ക് വി ആണ്, ഫൈനൽ എക്കും ബിക്കും വി ആണ്. ഫൈനൽ വോള്യൂം എക്കും ബിക്കും v/2 ആണ്. രണ്ടിനെയും v/2ലേക്ക് കംപ്രസ് ചെയ്യും. അപ്പോൾ ഫൈനൽ ടെമ്പറേച്ചറും ഫൈനൽ പ്രഷറും ഒക്കെ മാറ്റം ഉണ്ടാകാം. ടെമ്പറേച്ചർ ആദ്യത്തെ കേസിൽ മാറൂല. എനെ കംപ്രസ് ചെയ്ത് ഐസോതെർമലിയാണ്. ഐസോതെർമലി കംപ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ സെയിം തന്നെ ആയിരിക്കും, പ്രഷർ മാറിയിട്ടുണ്ടാവും. v/2 വോള്യത്തിലേക്ക് കംപ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രഷർ കൂടിയിട്ടുണ്ടാവും. രണ്ടാമത്തെ ആളെ കംപ്രസ് ചെയ്തത് അഡിയബാറ്റിക്കലിയാണ്. തീർച്ചയായിട്ടും അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും മാറിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ രണ്ട് പ്രഷറുകളും ഫൈനൽ പ്രഷേഴ്സിൻ്റെ റേഷ്യോ കാണണം. അപ്പോൾ എന്തൊക്കെയാണ് തന്നതെന്ന് നോക്കാം. ഇനീഷ്യൽ പ്രഷർ is സെയിം ഫോർ എ ആൻഡ് ബി. ഓക്കെ, സെയിം ഇനീഷ്യൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ തന്നിട്ടുണ്ട്. സോ PAI, that is initial pressure for A, is equal to PBI, initial pressure for B. അതിന് ഞാൻ എന്ത് വിളിച്ചിട്ടുണ്ട്? സെയിം ആയതുകൊണ്ട് PI, the common initial pressure, അത് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ പ്രഷർ സെയിം ആണ് തന്നിട്ടുണ്ട്. ഇനി VF നോക്കുക. VF എന്ന് പറഞ്ഞാൽ VI/2 ഫോർ A ആൻഡ് B. രണ്ടിൻ്റെയും ഫൈനൽ വോള്യം എന്ന് പറയുന്നത് ഇനീഷ്യൽ വോള്യത്തിൻ്റെ പകുതിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? VI/VF ഈക്വൽ ടു 2. പിന്നെ തന്നത് ഗാമൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 1.4. ഇത്രയും ഇൻഫർമേഷൻസ് ആണ് ഇതിൽ തന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഇനീഷ്യൽ പ്രഷർ രണ്ടാക്കും സെയിം ആണ്, അതിനെ ഞാൻ PI എന്ന് വിളിച്ചു. ഫൈനൽ വോള്യം രണ്ടാക്കും സെയിം ആണ്, അത് ഇനീഷ്യൽ വോള്യത്തിൻ്റെ ഹാഫ് ആണ്. VF എന്ന് പറയുന്നത് VI/2 ഫോർ ബോത്ത് എ ആൻഡ് ബി. ഇപ്പം രണ്ടാക്കും VI/VF എന്ന് പറയുന്നത് 2 ആണ്. ഗാമ രണ്ടും ഓക്സിജൻ ആയതുകൊണ്ട് രണ്ട് കേസിലും ഗാമ 1.4 ആണ്. രണ്ടും ഒരേ ഗ്യാസ് ആണ്. നൗ ഫോർ ഐസോതെർമൽ, ഒന്നാമത്തെ എന്ന് പറയുന്ന ആൾ ഐസോതെർമൽ കംപ്രഷൻ ആണ്. അപ്പോൾ ഐസോതെർമൽ കംപ്രഷൻ്റെ ഒരു ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് PV ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ്. ഒരു ഐസോതെർമൽ പ്രോസസ്സിന്, ഒരു ജനറൽ ഐഡിയൽ ഗ്യാസിന് PV ഈക്വൽ ടു nRT എന്നാണ്. N ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും ഫോർ എ ഗിവൺ എമൗണ്ട് ഓഫ് ഗ്യാസ്. R ഈസ് അഗെയിൻ എ കോൺസ്റ്റന്റ്, ദെൻ T ഈസ് ദി ടെമ്പറേച്ചർ. ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുമ്പോൾ ടിയും കോൺസ്റ്റന്റ് ആണ്. സോ PV ഈക്വൽ ടു nRT. nRT ഒരു കോൺസ്റ്റന്റ് ആയി മാറും ഐസോതെർമൽ പ്രോസസ്സും. സോ PV ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് എഴുതാം. For an isothermal compression of ideal gas A, PV equal to a constant. എന്ന് പറഞ്ഞാൽ PI VI equal to PFA VF. PFA ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. PFA ആണ് നമുക്ക് ആവശ്യമുള്ളത്. PFAയും PFBയും. അതായത് ഇനീഷ്യൽ PFA എന്ന് പറയുന്നത് A എന്ന് പറയുന്ന ആളുടെ ഫൈനൽ പ്രഷറാണ്. VF എന്ന് പറയുന്നത് ഫൈനൽ വോള്യമാണ്. എന്താണ് VFനും VFA എന്ന് കൊടുക്കാത്തത്? കാരണം എക്കും ബിക്കും VF സെയിം ആണ്. PI എന്ന് കൊടുത്തിട്ടില്ല, കാരണം PI എന്ന് പറയുന്നത് എക്കും ബിക്കും സെയിം ആണ്. VI എന്ന് കൊടുത്തിട്ടില്ല, VIയും സെയിം ആണ് എക്കും ബിക്കും ഒക്കെ. അതിനൊക്കെ PI VI തന്നെ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ PF എന്ന് പറയുന്നത് രണ്ടാക്കും ഡിഫറെൻ്റ് ആണ്. അതാണ് PFA എന്ന് ഇവിടെ കൊടുക്കാനുള്ള കാരണം. സോ PV ഈക്വൽ ടു കോൺസ്റ്റന്റ് പറഞ്ഞാൽ P1 V1 ഈസ് ഈക്വൽ ടു P2 V2 എന്നാണ്. സോ PI VI ഈസ് ഈക്വൽ ടു PFA ഇൻറ്റു VF. സോ PI ഇൻറ്റു VI/VF is equal to PFA. PFA നമുക്ക് വേണം, കാരണം PFA ഡിവൈഡഡ് ബൈ PFB ആണ് നമുക്ക് കാണേണ്ടത്. സോ PI, ഇതിൽ നിന്ന് PI V ഇൻറ്റു VI/VF. PI ഇൻറ്റു VI/VF ആണ് PF. അപ്പോൾ അതിനെന്ത് കിട്ടും? PFA is equal to 2PI എന്ന് കിട്ടും. കാരണം VI/VF 2 ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. VI/VF is equal to 2. അപ്പോൾ ഈ VI/VFന് 2 എന്ന് കൊടുത്താൽ ഫൈനൽ പ്രഷർ A എന്ന് പറയുന്ന ഗ്യാസിന്റെ കേസിൽ ഇനീഷ്യൽ പ്രഷറിന് ഇരട്ടിയാണ്, 2PI എന്ന് കിട്ടും ഫോർ A. ഇതേപോലെ ബിയുടെ ഫൈനൽ പ്രഷർ കണ്ടെത്തുക, റേഷ്യോ കാണാം. ദാറ്റ് ഈസ് ദി ടാസ്ക്. എയുടേത് കാണാൻ നമ്മൾ ഐസോതെർമൽ കംപ്രഷൻ, ഐസോതെർമൽ പ്രോസസ്സിനുള്ള ഇക്വേഷൻ എടുത്തു, PV ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ബിയുടേത് കാണാൻ അതുപോലെ നമ്മൾ അഡിയബാറ്റിക്കിനുള്ള ഇക്വേഷൻ എടുക്കണം, അഡിയബാറ്റിക് പ്രോസസ്സിനുള്ള ഇക്വേഷൻ എടുക്കണം. ദാറ്റ് ഈസ് PV റൈസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റന്റ്. അത് കൺസിഡർ ചെയ്യണം. അതൊരു ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതി. PFA is equal to 2PI. ഇത് വന്നാൽ എങ്ങനെയെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. PV equal to a constant എന്നുള്ള ഇക്വേഷനിൽ നിന്നാണ് ഇത് ഉണ്ടാവുന്നത്. ദാറ്റ് ഈസ് ദി ഇക്വേഷൻ ഫോർ ഐസോതെർമൽ പ്രോസസ്. ഇനി അഡിയബാറ്റിക് കംപ്രഷൻ ഓഫ് ബിയുടെ അഡിയബാറ്റിക് പ്രോസസ്സിന് ഇക്വേഷൻ എഴുതണം. PV റൈസ് ടു ഗാമ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. യു നോ
This is the equation for adiabatic process. അപ്പോൾ പി വി റേസ് ടു ഗാമ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ പി ഐ വി ഐ റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു പി എഫ് ബി വി എഫ് റേസ് ടു ഗാമ. നേരത്തെ എഴുതിയതുപോലെ തന്നെ നേരത്തെ പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ് ആയിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് എഴുതി. പി ഐയും വി ഐയും ഒക്കെ എ ബിക്കും ഒക്കെ സെയിം തന്നെയാണ്, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എഴുതാത്തത്. പക്ഷേ പി എഫ് അങ്ങനെയല്ല, എക്കും ബിക്കും മാറ്റണ്ട. സോ പി ഐ വി ഐ റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു പി എഫ് ബി വി എഫ് റേസ് ടു ഗാമ ഫോർ ബി. ഇതിൽ നിന്ന് പി എഫ് ബി കാണണം. പി എഫ് ബി ഇസ് ഈക്വൽ ടു പി ഐ ഇൻറ്റു വി ഐ റേസ് ടു ഗാമ ഡിവൈഡഡ് ബൈ വി എഫ് റേസ് ടു ഗാമ, ഓർ പി ഐ ഇൻറ്റു വി ഐ ഡിവൈഡഡ് ബൈ പി എഫ് ഓൾ റേസ് ടു ഗാമ. ബട്ട് വി ഐ ബൈ വി എഫ് ഇസ് ഈക്വൽ ടു 2 ഫോർ എ ആൻഡ് ബി. രണ്ടിൻ്റെ കേസിലും വി ഐ ബൈ വി എഫ് 2 ആണ്. കാരണം വോള്യം പകുതിയാക്കിയേക്കാണ് രണ്ടിൻ്റെയും. വി എഫ് എന്ന് പറയുന്നത് 2 വി ഐ ബൈ 2 ആണ്. അപ്പോൾ വി ഐ ബൈ വി എഫ് ഇസ് ഈക്വൽ ടു 2 എന്ന് ഇവിടെ എഴുതും. അപ്പോൾ ഇത് ഇവിടെ 2 വി ഐ ബൈ വി എഫിന് 2 എന്ന് കൊടുത്താൽ ഇറ്റ് വിൽ ബിക്കം 2 റേസ് ടു ഗാമ ഇൻറ്റു പി ഐ എന്നാവും. ഇത് 2 റേസ് ടു ഗാമയാവും. 2 റേസ് ടു ഗാമ പി ഐ. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. പി എഫ് ബി ഇസ് ഈക്വൽ ടു 2 റേസ് ടു ഗാമ പി ഐ. ഫസ്റ്റ് ഇക്വേഷൻ ഇവിടെ ഉണ്ട്. പി എഫ് എ ഇസ് ഈക്വൽ ടു 2 പി ഐ. രണ്ടാമത്തെ പി എഫ് ബി ഇസ് ഈക്വൽ ടു 2 റേസ് ടു ഗാമ ഇൻറ്റു പി ഐ. ഇനി ഇത് രണ്ടും ഡിവൈഡ് ചെയ്യാൻ റേഷ്യോ കിട്ടിയല്ലോ. നമുക്ക് വേണ്ടത് പി എഫ് എ ഡിവൈഡഡ് ബൈ ഫൈൻഡ് ദി റേഷ്യോ ഓഫ് ദി ഫൈനൽ പ്രഷർ ഓഫ് എ ആൻഡ് ബി. പി എഫ് എ ഡിവൈഡഡ് ബൈ പി എഫ് ബി ആണ് കാണേണ്ടത്. സോ ഇക്വേഷൻ 1/2 ഗിവ്സ് പി എഫ് എ ഡിവൈഡഡ് ബൈ പി എഫ് ബി ഇസ് ഈക്വൽ ടു ഇവിടെ 2 പി ഐ ഡിവൈഡഡ് ബൈ 2 റേസ് ടു ഗാമ പി ഐ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 2 റേസ് ടു ഗാമ എന്ന് വരും. സോ ദ ആൻസർ ഈസ് 2/2 റേസ് ടു ഗാമ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/2 റേസ് ടു 1.4. ദാറ്റ് ഈസ് 0.76. സോ പി എഫ് എ ഡിവൈഡഡ് ബൈ പി എഫ് ബി ഈസ് ഈക്വൽ ടു 0.76, ഓർ പി എഫ് എ ഈസ് ഈക്വൽ ടു 0.76 ഇൻറ്റു പി എഫ് ബി. So PFA is less than PFB. So adiabatic compression results in a very high pressure. Okay, PFA divided by PFB is equal to 0.76. So this is the answer. ഒന്ന് നോക്കി മനസ്സിലാക്കൂ. ടു സാമ്പിൾസ്. ക്വസ്റ്റ്യൻ ഒക്കെ ശരിക്കും വായിച്ച് മനസ്സിലാക്കണം. പലപ്പോഴും നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രയാസം ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതും പ്രോബ്ലംസ് വായിച്ച് ചെയ്ത് പഠിക്കുക തന്നെ. ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കുമ്പോഴേക്കും അതിൻ്റെ ഐഡിയാസ് വരുള്ളൂ. പ്രാക്ടീസ്, അഗെയിൻ പ്രാക്ടീസ്. വേറെ വഴികളൊന്നും പ്രോബ്ലം ചെയ്ത് ഈസി ആകാനില്ല. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലത്തോടു കൂടി നമുക്ക് തൽക്കാലം ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് സമയമുള്ളത് കൊണ്ട് ഇനിയും ഈ ക്ലാസ് വെക്കാം. ഇനി അതല്ല വേറെ ഏതെങ്കിലും തരത്തിലുള്ള ക്ലാസ്സാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ പറയണം. ക്ലാസ് തിയറീൻ്റെ ക്ലാസ്സൊക്കെ എടുത്തു കഴിഞ്ഞതാണ്. നമുക്ക് കുറച്ചും കൂടി സമയം അധികരിച്ച് കിട്ടിയിട്ടുണ്ട്. 13-ാം തീയതിയാണ് നിങ്ങളുടെ എക്സാമിൻ്റെ ഫൈനൽ കൺഫർമേഷൻ വരിക. 13-ന് ശേഷമേ അറിയുള്ളൂ എന്നാണ് ഇനി എക്സാം നടക്കുക എന്നുള്ളത്. മോസ്റ്റ് പ്രോബബ്ലി ഈ മാസം ലാസ്റ്റിൽ തന്നെ അത് ഉണ്ടാവും. 13 കഴിഞ്ഞ് ഉടനെ തന്നെ തുടങ്ങാനാണ് സാധ്യത. അധികം നീളൂല. അപ്പോഴേക്ക് മറ്റു വിഷയങ്ങളൊക്കെ സോൾവ് ചെയ്യും. അപ്പം ആ ഒരു സമയം നിങ്ങൾക്ക് അധികം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ എന്തെങ്കിലും ക്ലാസ്സുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ യു കോൺടാക്ട് മീ. നിങ്ങൾ പറഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ ഇരുന്ന് പഠിക്കുക. മറ്റ് ചിന്തകളൊന്നുമില്ല. കോൺസെൻട്രേറ്റ് ഓൺ യുവർ സ്റ്റഡീസ്. ഇത്തരം പ്രോബ്ലം സോൾവ് ചെയ്യുന്ന 1 വേർഡിൻ്റെയൊക്കെ ക്ലാസ് പറഞ്ഞിരുന്നു. 1 വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സും പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് 1 വേർഡിനടക്കം ചോയ്സ് ഉണ്ട്. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. പക്ഷെ എന്നാലും 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് പല ഫുൾ മാർക്ക് വാങ്ങേണ്ട കുട്ടികളെയും ആൻസർ തെറ്റാറ് പലപ്പോഴും. അതാണ് കാരണം. അത് ഒരു മാർക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വാല്യൂ ചെയ്യുന്ന ആൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ ഒരു മാർക്ക് എവിടെ നിന്നും കിട്ടൂല, പിന്നെ കൊടുക്കാൻ കഴിയില്ല. ഓക്കെ, അതുകൊണ്ട് 1 വേർഡ് ക്വസ്റ്റ്യൻസിന് നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യരുത്. ഫോർ ദോസ് എയിമിങ് അറ്റ് ഫുൾ സ്കോർ. നിങ്ങളൊക്കെ ഫുൾ സ്കോർ വാങ്ങാൻ പറ്റുന്ന കുട്ടികളാണ്. അപ്പോൾ ഫുൾ സ്കോർ ഉദ്ദേശിക്കുന്ന പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ 1 വേർഡിന് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. എൻ്റെ അടുത്ത് ഞാൻ ഈ 2016 വരെയുള്ള മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇൻക്ലൂഡിങ് 2016 മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറിലെയും ഫോക്കസ് ഏരിയ എന്നുള്ള പ്രോബ്ലംസ് കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ 18 കഴിഞ്ഞ് 17ലേക്ക് എത്തുന്നേ ഉള്ളൂ. ഇനിയും 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് മൊത്തം പ്രോബ്ലംസ്. അതിലിപ്പോൾ ദിസ് ഈസ് ദി 39th വൺ ഒക്കെ ചെയ്ത് നമ്മൾ 39 ക്വസ്റ്റ്യനായി എന്ന് പറഞ്ഞാൽ ഇനി ഏകദേശം 10-11 പ്രോബ്ലം കൂടി ചെയ്യാനുണ്ട്. ഒരു ക്ലാസ്സും കൂടിയൊക്കെ കിട്ടിയാൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് 1 വേർഡിൻ്റെ ഒരു സെഷനും വെക്കാം.
അതോടുകൂടി എല്ലാമായി. അത് പറഞ്ഞല്ലോ, നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് അങ്ങനെ പോകാം. ഇതൊരു കമ്പൽസറി ക്ലാസ് അല്ല, ബട്ട് ഇറ്റ്സ് വെരി യൂസ്ഫുൾ. പ്രോബ്ലത്തിന് ഫിസിക്സിൽ പല കുട്ടികൾക്കും പേടി, പ്രോബ്ലം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. പിന്നെ പ്രധാനപ്പെട്ട ഡെറിവേഷൻസിൻ്റെ ക്ലാസ് വേണമെന്ന് ചില കുട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു. ടൈം കിട്ടുകയാണെങ്കിൽ ആലോചിക്കാം. ഏതൊക്കെ ഡെറിവേഷൻസ് ആണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് എനിക്ക് ചെയ്യുന്ന പോലെ നിങ്ങൾക്കും ക്വസ്റ്റ്യൻ പേപ്പറുകൾ റെഫർ ചെയ്തിട്ട് പ്രയാസമുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഡെറിവേഷൻസ് ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ട് പറയാം. അങ്ങനെ പറഞ്ഞാൽ അതൊക്കെ ചെയ്തു തരാം. ഏത് വേണമെങ്കിലും നിങ്ങൾ ക്ലാസ് എടുത്ത് തരാൻ തയ്യാറാണ്. ബോർഡ് ഉപയോഗിച്ച് ക്ലാസ് എടുക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഈ സ്ലൈഡ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഞാൻ ട്രൈ ചെയ്തിട്ട് പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഇതന്നെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേറെ ഡൗട്ട്സ് ഒന്നും ആർക്കും ഇല്ല. സോ ലെറ്റ് മീ വൈൻഡ് അപ്പ് ഹിയർ. ഓക്കെ, താങ്ക് യു.